കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് സ്വാഗതം. നമുക്ക് ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷൈൻ വെങ്കിടങ്ങാണ്. വെങ്കിടങ്ങ് എന്ന് പറഞ്ഞ തൃശ്ശൂര് ഗുരുവായൂരപ്പന്റെ നാടാണ്. അവിടുന്ന് വടക്കേ മലബാറിലേക്ക് ഒരു ഡീസൽ മെക്കാനിക്കായിട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം സംഗീത സംവിധായകനാകുന്നു, ഗായകനാകുന്നു, ഗാന രചയിതാവുന്നു. അപ്പൊ അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ നമുക്കറിയണ്ടേ. ഈ മേഖല വേറൊരു തരത്തിലുള്ള ഒരു സംരംഭകരുടെ ഒരു രംഗമാണ്. നമ്മൾ പല സംരംഭകരും സക്സസ് സ്റ്റോറിയിൽ എത്തിയിട്ടുണ്ട്. സിവിൽ സർവീസും അതുപോലെ IAS കാരും IPS കാരും രാഷ്ട്രീയക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ സംഗീത ലോകത്ത് നിന്ന് അതൊരു സംരംഭമായി കണ്ട് നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഒരാൾ എത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അങ്ങനെയുള്ള ഒരാളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ സഞ്ചാരം. നമുക്കറിയാം, ഈ കലാഭവൻ മണി നമുക്ക് ഏറെ ഇഷ്ടമുള്ള, നമുക്കൊരു നൊസ്റ്റാൾജിയ, ഒരു ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു കലാകാരനാണ്. സാധാരണക്കാരന്റെ പ്രിയപ്പെട്ട ഒരു താരമാണ് കലാഭവൻ മണി. അദ്ദേഹത്തിന്റെ നാടൻ പാട്ടുകൾ ഒരു പക്ഷേ പാടാത്ത മലയാളികൾ ഉണ്ടാവില്ല. അദ്ദേഹം അത് പാടുന്നു, പക്ഷെ അതിന്റെ ഗാനരചന നിർവഹിച്ച ഒരാളുണ്ട്, അറുമുഖൻ. ഈ അറുമുഖന്റെ മകനാണ് ഷൈൻ. അങ്ങനെ വരുമ്പോൾ അച്ഛന്റെ പാത പിന്തുടർന്നാണ് മകനും വരുന്നത്. പക്ഷെ മകൻ ആദ്യം ഈ രംഗത്തേക്ക് വന്നിട്ടില്ല. അദ്ദേഹം തൊഴിൽ തേടിയാണ് ഗുരുവായൂരപ്പന്റെ മണ്ണിൽ നിന്ന് കണ്ണൂരിന്റെ മണ്ണിലേക്ക്, തെയ്യത്തിന്റെയും തിറകളുടെയൊക്കെ മണ്ണിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് ഡീസൽ മെക്കാനിക്കായി ജീവിതം തുടങ്ങിയ ഷൈൻ ഇന്ന് കലാരംഗത്ത് എന്ന് പറഞ്ഞ സംഗീത സംവിധാന രംഗത്തും ഗാനരചന രംഗത്തൊക്കെ ഒരു താരമായി ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം ഒരു 10-30 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഈ പാട്ടൊക്കെ പുറത്തിറക്കാൻ, സംഗീതമൊക്കെ പുറത്തിറക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി മനുഷ്യർക്ക് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ അത് പുറത്തിറക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നു. നമ്മളിപ്പോൾ ഈ സക്സസ് സ്റ്റോറിയിലേക്കുള്ള മികച്ച മനുഷ്യരെ തേടുന്നതിനിടയിൽ നമ്മുടെ സക്സസ് സ്റ്റോറിയിൽ വന്നിട്ടുള്ള ദേവകി R മേനോനാണ് എന്നോട് ഷൈനിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഷൈനെ ഒന്ന് കണ്ടുകളയാം എന്ന് കരുതി സക്സസ് സ്റ്റോറി ടീം കണ്ണൂരിന്റെ നഗരഹൃദയത്തിൽ ഷൈനുമായി കുറച്ച് സമയം ചെലവഴിക്കുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം ഷൈൻ വെങ്കിടങ്ങനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഷൈനെ, നമ്മൾ എന്തിനാണെന്നറിയും മനുഷ്യരെ തേടി ഇങ്ങനെ പോകുന്നത്? പുതിയ കാലത്ത് ഓരോ മനുഷ്യരും ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തും. അതിന്റെ പിന്നിൽ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ, കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു കാലം ഉണ്ടാവും. അപ്പൊ കലാഭവൻ മണിയുടെ 300-ലേറെ പാട്ടുകൾ രചിച്ച അറുമുഖൻ വെങ്കിടങ്ങന്റെ മകൻ എന്ന് പറഞ്ഞപ്പോ തന്നെ അതൊരു പ്ലസ്സാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് താങ്കൾ നേടിയെടുത്ത, താങ്കളുടെ സ്വയ പ്രയത്നം കൊണ്ട് നേടിയെടുത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് അച്ഛനിൽ നിന്ന് തുടങ്ങണം. ഒരു മനുഷ്യന്റെ ജനനമാണല്ലോ അദ്ദേഹത്തെ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ശരിക്ക് ജന്മസ്ഥലം ഈ വെങ്കിടങ്ങാണോ? വെങ്കിടങ്ങ്. അച്ഛൻ അറുമുഖൻ, അമ്മണി. അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ നമ്മുടെ നാട്ടിലൊക്കെ ഈ തറ കെട്ടുന്നത്, വീടിന് തറ കെട്ടുന്ന ഫൗണ്ടേഷൻ കരിങ്കല്ല് കൊണ്ടാണ്. അപ്പൊ ശരിക്കും കൽപ്പണിക്കാരനാണ് അച്ഛൻ. കൽപ്പണിക്കാരനായ അറുമുഖന്റെയും അമ്മ അമ്മിണി. അമ്മിണിക്ക് എന്തായിരുന്നു ജോലി? അച്ഛന്റെ കൂടെ ഹെൽപ്പിന്. അപ്പൊ കൽപ്പണിക്കാരായ മാതാപിതാക്കളുടെ അറുമുഖന്റെയും അമ്മിണിയുടെയും മകൻ. നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങൾ 4 പേരാണ്. ബാക്കി 3 പേരൊക്കെ? ബാക്കി 3 പേര് 2 പെങ്ങന്മാര്. അവർക്ക് കല്യാണം കഴിഞ്ഞു. അവർക്ക് കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട്. ചേട്ടനും ഈ ഫീൽഡിൽ തന്നെയുണ്ട്, സംഗീതത്തിന്റെ ഫീൽഡിൽ. പ്രോഗ്രാമിനൊക്കെ പോകും. കൽപ്പണിക്കാരനായ അറുമുഖൻ എപ്പോഴാണ് ഈ സംഗീത ലോകത്തേക്ക് എത്തുന്നത്? അച്ഛനിൽ നിന്ന് തുടങ്ങണമല്ലോ നമ്മൾ. അതെ. അല്ല, അച്ഛന്റെ കൈരളി കലാവേദി എന്ന് പറഞ്ഞിട്ട് നാട്ടില് ഒരു അമേച്വർ നാടക സമിതി ഉണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് ബാലൻ നായർ, മാള അരവിന്ദൻ, സുകുമാരി അമ്മ, അച്ഛനും മാള അരവിന്ദൻ ചേട്ടനും ഭയങ്കര സുഹൃത്തുക്കളാണ്. കാരണം അച്ഛൻ നന്നായിട്ട് പാടും. ഇവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പാട്ട് വരും. ഇപ്പൊ ഒരു നാടകം, എന്താ പറയാ, പെട്ടെന്നൊരു നാടകം ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു പാട്ട് പിന്നീട് അത് ഓർമ്മയുണ്ടാവും. നാടക നടനായിരുന്നു അച്ഛൻ? അല്ല, നാടകത്തിന്റെ പിന്നണിയായിരുന്നു. പാട്ടുകൾ എഴുതുക, പാടുക. അച്ഛൻ നാടകത്തിന് വേണ്ടി പാടിയ അല്ലെങ്കിൽ എഴുതിയ ഏറ്റവും ഹിറ്റായിട്ടൊരു പാട്ടില് 4 വരി ഓർമ്മ വരും? അന്നത്തെ കാലത്ത് കുറെ പാട്ടുകളുണ്ട്. ഏറ്റവും അച്ഛൻ എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്ന ഈ മണിയുടെ പാട്ടുകൾ അവിടെ നിൽക്കട്ടെ, മണിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അച്ഛൻ നാടകരംഗത്ത് ഗാനങ്ങൾ രചിക്കുന്നുണ്ടല്ലോ. അതിലൊരു 4 വരി പാടിയാലോ? വേദവാക്യങ്ങളെ സത്യമായി തീരുവാൻ നാരദ മുനിയെ തപം ചെയ്ത
താരരരരര വാക്യങ്ങൾ കേട്ടു. എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല കേട്ടാ. ജഡധാരിയാണെന്നും പാമ്പാട്ടിയാണെന്നും ഇതെന്റെ ഓർമ്മയെന്ന് ഞാനെടുത്ത് പഠിച്ചത്. ആദ്യമായിട്ടാണ് ഈ പാട്ട് പാടുന്നത് തന്നെ. ഈ ഷൈൻ കാണുന്ന അച്ഛൻ, ഷൈന്റെ ചെറുപ്പത്തില് അച്ഛൻ ഓർമ്മയിൽ വരുന്നത് എത്രാമത്തെ വയസ്സിലായി? ഈ കൽപ്പടിക്കാരനായ മാതാപിതാക്കൾ ചിത്രത്തിൽ തെളിയുന്ന എത്രാം വയസ്സിലായിരിക്കും ആദ്യം നിങ്ങൾ കാണുന്ന ഒരു രംഗം? 10 വയസ്സൊക്കെ. 10 വയസ്സൊക്കെ അച്ഛനും അമ്മയും പണിയെടുക്കുന്ന ഓർമ്മ. അതെ, കൽപ്പണിക്ക് ഒരുമിച്ചാണ് ഇവര് ഒരുമിച്ച് പോവാ. എപ്പോഴാണ് ഈ അച്ഛനിൽ ഇങ്ങനെ ഈ ഗാനരചന തുടങ്ങിയത്? നിങ്ങളുടെ ഓർമ്മയിൽ എത്രാം വയസ്സിലായിരിക്കും? അച്ഛൻ ഇത് പറഞ്ഞ പോലെ തന്നെ 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴാണ്. നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ ഗാനരചന ഉണ്ട്. അതിന് മുന്നേ ഉണ്ട്. അച്ഛൻ എവിടെ? വീട്ടിലിരുന്നാണോ എഴുത്തല്ല? വീട്ടില്. എങ്ങനെ അതിന്റെ ഒരു കൽപ്പണിക്കാരൻ വീട്ടിലിരുന്ന് ഗാനരചന നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ നമ്മൾ കാണുന്ന ഗാനരചയിതാക്കളൊക്കെ വേറെ ലെവലാണ്. അപ്പോ അല്ലെ, ഞാൻ അതിൽ കണക്ട് ചെയ്തൊരു വരി പാടാം. പകലന്തിയോളവും പണി ചെയ്ത് തളർന്നാലും പുലർകാലെ നീറ്റെഴുതുമച്ഛൻ. അതായത് രാവിലെ ഞാൻ എഴുതിയത് എന്റെ അച്ഛൻ ഞാൻ എഴുതിയ പാട്ടാ. അപ്പൊ അച്ഛൻ രാവിലെ മുതൽ ഒരു 7 മണിക്ക് പണിക്ക് പോയി വൈകുന്നേരം 7 മണിക്ക് വന്നാലും നേരത്തെ കിടന്ന് ഉറങ്ങി ഒരു 4 മണിക്ക് അച്ഛൻ എണീക്കും. അച്ഛൻ മരിക്കുന്നതിന്റെ ആ ദിവസം പോലും പുലർച്ചെ 4 മണിക്ക് എൻ്റെ ആളാണ്. അച്ഛൻ എത്ര ഗാനരചന നടത്തിയിട്ടുണ്ടാവും മകന്റെ? അച്ഛനൊരു 500-ലധികം ഒക്കെ ഉണ്ടാവും. അത് കലാഭവൻ മണി പാടിയത് അത്ര പാട്ടുകൾ. ഇപ്പൊ പകൽ മുഴുവൻ, ചാലക്കുടി ചന്തയ്ക്ക്, വരുത്തന്റെ ഒപ്പം, ഞാൻ കുടിക്കുന്ന കഞ്ഞയില്, കുട്ടേട്ട കുട്ടപ്പൻചേട്ട, മേലൂർ ഷാപ്പില്, കൊടുങ്ങല്ലൂർ അമ്പലത്തില്, ഇക്കൊല്ലം നമ്മ കോണലേട് കുഞ്ഞേച്ചി, വരുത്തന്റെ ഒപ്പം മുളിച്ചാടി തങ്ങമ്മേ, തൊട്ടുംകരക്കാരി പെണ്ണുങ്ങൾക്ക്, ഇങ്ങനെ തുടങ്ങി മുഴുവൻ അച്ഛൻ എഴുതിയതാണ്. അച്ഛൻ എങ്ങനെയാണ് ഈ അച്ഛൻ ഇത്രയും പാട്ടുകൾ എങ്ങനെ മനസ്സിൽ വന്നു? അച്ഛൻ, കാരണം നമ്മളൊരു കഥ എഴുതുമ്പോൾ കലാകാരന്റെ യാത്രകൾ, ജീവിതാനുഭവങ്ങളൊക്കെയാണ്. അച്ഛന്റെ എഴുത്തുകൾ, ഗാനരചനയുടെ ഒരു തലം ഏതാണ്? മകൻ കണ്ട തലം അനുഭവങ്ങൾ തന്നെ. അനുഭവം. അതിനകത്ത് ഏതാണ് ഏറ്റവും സങ്കടകരമായി അച്ഛൻ എഴുതിയ ഗാനത്തിന്റെ വരികൾ? ഇക്കൊല്ലം നമുക്കെന്ന് പറയുന്ന പാട്ട് ശരിക്ക് അച്ഛന്റെ കൂടെ ജോലി ചെയ്തിരുന്ന 2 സ്ത്രീകളുണ്ട്, ശാന്തേച്ചി, രാധേച്ചി. അവരുടെ ഒരു ബ്രദർ ഒരു കൊല്ലം ഇങ്ങനെ ഓണത്തിന് പറയണെങ്കിൽ ഒരുപാട് ഞാൻ ഷോർട്ട് ചെയ്ത് പറയാം. ഷോർട്ടായിട്ട് മണിയെ ആളുകൾക്ക് ഇഷ്ടമാണ്. മണിയുടെ പിന്നിൽ ഇങ്ങനെ ഒരു അറുമുഖൻ ഉണ്ടായിരുന്നു എന്ന ചിന്ത അത് മലയാളികൾ ഹൃദയത്തിലേറ്റു. അതുകൊണ്ട് അത് പറയും. അപ്പൊ അത് അവരുടെ ആങ്ങള, അതായത് ബ്രദർ കല്യാണം കഴിക്കുമ്പോ ഈ സിസ്റ്റേഴ്സ് പറഞ്ഞു ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ 2 പെങ്ങന്മാര് കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു ആ സ്ത്രീ അത്ര നല്ലതല്ല, അങ്ങനെ കുഞ്ഞാഞ്ഞ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും അയക്കണിൽ ഇട്ടു പോവും, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇയാള് അസുന്ദരിയായിട്ടുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചു. ഈ കരിങ്കൽ പണിയിലുള്ള തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഒരു കൊല്ലം കാലിൽ കല്ല് വീണച്ചിട്ട് കിടപ്പിലായി. ഇദ്ദേഹം കിടപ്പിലായപ്പോ ആ ലേഡി ഇട്ടു പോയി. അതാണ് ആ പാട്ട്. അപ്പൊ അല്ല, ആ പാട്ടിലേക്ക് വന്നത് ഒരു ചോദ്യമാണ്. അപ്പൊ അച്ഛൻ ചോദിക്കുകയാണ്, ശാന്തേച്ചി ഇക്കൊല്ലം ഓണൊന്നുമില്ലേ? അപ്പൊ ശാന്തേച്ചി രാധേച്ചി ഇങ്ങോട്ട് പറഞ്ഞു, ഇക്കൊല്ലം ഓണം ഇല്ല റുമുഖ, കുട്ടേട്ടൻ കാലില് കല്ല് വീണിട്ട് കിടപ്പാന്ന്. അതാണ് ഇക്കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ, കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ എന്നുള്ള പാട്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആനക്കല്ലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കാലിൽ കല്ല് വീണിട്ടാണ് അദ്ദേഹം കിടപ്പിലാവുന്നത്. ആനക്കല്ലത്തൂര് കുട്ടേട്ടൻ വീണപ്പോ കുഞ്ഞാത്തൂൻ മിണ്ടാതെ പോയില്ലേടി. ഇത് യാഥാർത്ഥ്യത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അച്ഛന്റെ വരികളിൽ. പക്ഷെ അതിലൊരു കലാകാരന്റെ സ്വാതന്ത്ര്യം, കുറച്ച് ഭാവന ഉണ്ടാവും, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം എല്ലാ പാട്ടുകളും. മണിപടിയ പാട്ടിലൊക്കെ ഈ മദ്യം കടന്നു വരുന്നുണ്ട്, മദ്യപാനവും അതുപോലെ ഓണത്തിന് വെള്ളം അടിച്ച് വാള് വെക്കുന്നതൊക്കെ. അതെല്ലാം അച്ഛൻ എങ്ങനെയാണ് അതിനകത്തേക്ക് അച്ഛന്റെ ഓർമ്മയിൽ അത് വരുന്നത്? അത് അധ്വാനിക്കുന്ന ആളുകൾ, തൊഴിലെടുക്കുന്ന ആളുകള്, പണ്ട് നമ്മൾ അമ്മിണിച്ചാരായ എന്ന് പറയാം. എന്റെ കുട്ടിക്കാലത്ത് അമ്മിണിച്ചാരായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അന്ന് പിന്നെ ചെറിയ ബോട്ടിലായിരുന്നു, ചെറിയ ബോട്ടിലൊക്കെ. അപ്പൊ ഞാനൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അച്ഛന് വേണ്ടിയിട്ടാണോ? അച്ഛന് വേണ്ടി. അയ്യോ, ഞാൻ എന്റെ ചെറിയ പ്രായത്തില് ചാരായം നിരോധിക്കുമ്പോൾ ഞാനന്ന് 10ാം ക്ലാസ്സിലൊക്കെ ആ സമയമുള്ള. അപ്പൊ ഇതേപോലെ വെച്ചാല് ഞാൻ കാണാറുണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ അന്നൊക്കെ വീടുകളിൽ ഇങ്ങനെ ചാരായ കച്ചവടം ഉണ്ട്. അപ്പൊ അന്ന് അമ്മിണിച്ചാരായ എന്ന് പറയുന്നത്. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നാൽ ഒരു കാക്കുപ്പി കുടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാം എന്നുള്ള ഒരു. അച്ഛന് വേണ്ടി നിങ്ങൾ അമ്മിണിച്ചാരായം വാങ്ങാൻ പോകും? പലപ്പോഴും. അച്ഛനൊക്കെ മദ്യപിച്ചാൽ എങ്ങനെയാ അതിന്റെ ഒരു അവസ്ഥ? അടിപൊളിയായിരുന്നു. പക്ഷെ അച്ഛൻ ഒരു കുറെ കാലഘട്ടം പിന്നെ നിർത്തി മദ്യപാനം. ഈ പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളു കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ ആ പാട്ടൊക്കെ എഴുതിയതിന് ശേഷം പിന്നെ കുറച്ചു കാലം, ഒരു 10-15 വർഷത്തോളം അച്ഛൻ മദ്യപിച്ചിട്ടില്ല. ആ ഒരു അവസ്ഥ കഷ്ടത്തിലാക്കിയിരുന്നു അച്ഛന്റെ മദ്യപാനം? ഒരിക്കലും. പിന്നെ ആ അച്ഛൻ ആ ഒരു തോട്ടം എവിടെ നിന്ന് ഉണ്ടാകുന്നത് ശരിക്കും? അതൊക്കെ കുടുംബകലഹം ഉണ്ടാവുന്ന കാര്യങ്ങളാ ശരിക്കും. ആക്ച്വലി വേലായുധൻ എന്ന് പറയുന്നത് എന്റെ വല്യച്ഛനാ, അച്ഛന്റെ ജ്യേഷ്ഠൻ.
അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനാണ്, മലയാളം പണ്ഡിറ്റാണ്. പക്ഷെ ഈ മദ്യം ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ ആളുകളെ മാറ്റിമറിക്കുമല്ലോ. അപ്പോൾ വല്യച്ഛൻ പലപ്പോഴും മദ്യപിച്ച് അങ്ങനെ ഭയങ്കര ഉന്മാദാവസ്ഥയിലല്ലെങ്കിലും കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അച്ഛൻ അതിനൊരു 4 വരി പാടി. കാരണം പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിനെ കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധാ. അതാണ് അതിന്റെ ഇതാണ് ആദ്യത്തെ പാട്ട്. അതാണ്. കലാഭവൻ മണി അച്ഛനും ഒന്നിക്കുന്ന ആദ്യത്തെ ഇവര് തമ്മിൽ ഒന്നിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയുണ്ടാവും? സാഹചര്യം എന്ന് പറയുന്നത് രണ്ട് സ്ഥലമല്ലേ? മൂപ്പര് ചാലക്കുടിയാണ്, അതെ, നിങ്ങൾ ഗുരുവായൂരിനടുത്താണ്. എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്? ഒരു 10-60 മേലെ. എങ്ങനെ ഇവര് തമ്മിൽ ലിങ്ക് വന്നു? മണിച്ചേട്ടന്റെ ഒരു കാസറ്റ് ഇറങ്ങി, പൂളുമ്പ പൂളുമ്പ ചൊമ്പുള്ള മാങ്ങ എന്ന് പറഞ്ഞൊരു കാസറ്റ് ഇറങ്ങി. അതിലുള്ള പാട്ടാണ് പൊട്ടണ് പൊട്ടണ് എന്മാൻ, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ. അതേ സെയിം ടൈമിൽ പാരലായിട്ട് അച്ഛന്റെ ഒരു വർക്ക് ഇറങ്ങി. അതില് കല്ലേം മാലയും പിന്നെ ലോലാക്കും. അപ്പൊ അതില് കല്ലേം മാലയും പിന്നെ ലോലാക്കും. കല്ലേം മാല എന്ന് പറഞ്ഞാൽ നമ്മള് അതെ, കണ്ടത്തിലോടാണ് മുണ്ടത്തി കണ്ടപ്പം കുഞ്ഞാഞ്ഞ നെട്ടോട്ടം, ഉടുമുണ്ടഴിക്കാണ് തലമുണ്ടഴിക്കാണ് മുണ്ടത്തി കണ്ടത്തിൽ നെട്ടോട്ടം, മുണ്ടത്തി കണ്ടത്തിൽ നെട്ടോട്ടം. ഈ 2 പാട്ടും 2 ടൈം മണിച്ചേട്ടൻ്റെ ഒരു കാസറ്റ് ഇറങ്ങി, അതേ പാരലായിട്ട് ഇതും ഇറങ്ങി. ഈ പാട്ടും കയറി ഹിറ്റ്. അന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, പക്ഷെ 2ന്റെയും നല്ല കാസറ്റ്, നല്ല സെയിലായിരുന്നു. അത് മണിച്ചേട്ടൻ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെയാണ് ഇവർ ഒന്നിക്കും. എന്റെ ഷൈനെ, ഈ കേൾക്കുമ്പോ തന്നെ ഭയങ്കര അത്ഭുതം തോന്നാണ്. ഒരു മനുഷ്യൻ കൽപ്പണിക്ക് പോയിട്ട് പണികളെടുക്കുന്നു. അപ്പോ അങ്ങനെ പണിക്ക് പോയി ഈ ഒരു കാസറ്റിൽ ഇറക്കാനുള്ള ഒരു ചിന്ത, ഇത് എഴുതി വെക്കുന്നുണ്ടാവും, പക്ഷെ ഇതൊരു ഗാനമാണ്, ഇത് പാടേണ്ടതാണ് എന്നൊക്കെ തോന്നുന്ന ഒരു ഘട്ടം എവിടെയാണ് വരുന്നത്? അത് നമ്മളെപ്പോഴും ലൈഫില് നമ്മൾ പറയും ചരിത്രം ജയിച്ചവന്റെ എന്ന് പറയും. അപ്പൊ തോറ്റവന് ചരിത്രം വേണമെങ്കിൽ ഒന്നെങ്കിൽ ജയിച്ചവൻ കൈപിടിക്കണം, അല്ലെങ്കിൽ തോറ്റവൻ ജയിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തണം. അച്ഛനും ജയിപ്പിക്കാനായിട്ട് ഒരാളുണ്ടായിരുന്നു. അതാണ് നമ്മുടെ മാപ്പിളപ്പാട്ടിന്റെ KG സത്താർ സാറിന്റെ മകൻ സലിം സത്താർ. ഞാൻ എന്നും അച്ഛന്റെ തൃശ്ശൂർക്കാരൻ തന്നെയാണ്. പുള്ളി ദീപസ്തംഭം, മഹാശീരം പോലുള്ള സിനിമകളുടെ ഒക്കെ പ്രൊഡ്യൂസറാണ്. അച്ഛന്റെ സുഹൃത്താണ്. അതെങ്ങനെ ആ സൗഹൃദം? അതാണ് ഒരു കല്ല് വെക്കുന്ന ആളും പണിക്ക് പോയത് ആ വീട്ടില്. അപ്പൊ പണിക്ക് പോയി അച്ഛന്റെ പാട്ടൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടപ്പോ സത്താർക്കാണ് പറയുന്നത്, അറുമേട്ടാ ഞാൻ ഹെൽപ്പ് ചെയ്യാം, അറുമേട്ട ഒരു 10 പാട്ട് നമുക്ക് ഇറക്കാം, നമുക്കൊരു കാസറ്റ് ആയിട്ട് ഇറക്കാം എന്ന് പറഞ്ഞിട്ട് സലീമിക്കാണ് ആദ്യമായിട്ട് അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് KG സത്താറിന്റെ മാപ്പിളപ്പാട്ട് ഗായകൻ KG സത്താറിന്റെ മകൻ സലീം സത്താറാണ് സിനിമാ നിർമ്മാതാവ്. അദ്ദേഹമാണ് അച്ഛൻ ആദ്യമായിട്ട് ഒരു പാട്ട് ചെയ്യാനുള്ള വീട്ടിൽ പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? ഞങ്ങൾക്കൊക്കെ വന്ന് ഭയങ്കര സന്തോഷം. ഇതിലെന്ന് വെച്ചാല് നമുക്ക് ഇപ്പൊ എല്ലാ തമാശയും ഗൗരവമുള്ള കാര്യം എല്ലാം ഉണ്ടാവും. ഞങ്ങൾക്കൊന്നും ഈ പാട്ട് കേൾക്കാനുള്ള സാഹചര്യം ഇല്ല, കറണ്ട് ഇല്ല, ടൈപ്പ് റെക്കോർഡർ ഇല്ല. അപ്പൊ അച്ഛനിങ്ങനെ വർക്ക് കഴിഞ്ഞിട്ട് കാസറ്റ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതുകൊണ്ട് ഞങ്ങൾ വേറെ ഏതെങ്കിലും വീട്ടിൽ പോകണം ഈ ടൈപ്പ് റെക്കോർഡിൽ കേൾക്കണമെങ്കിൽ. അന്ന് ടൈപ്പ് റെക്കോർഡർ കാസറ്റിന്റെ പേരെന്തായിരുന്നു? പല ആദ്യം സത്താർ സലീം, അത് കല്ലേമാലം പിന്നെ ലോലാക്കും. അതിനങ്ങനെയാണ് പേര്. എത്ര ഗാനം ഉണ്ടായിരുന്നു അതിനകത്ത്? 10 പാട്ട്. അതിനകത്ത് ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയ പാട്ട് ഈ കണ്ടത്തിലോടാണ് മുണ്ടത്തി കണ്ടപ്പം കുഞ്ഞാ ഞാൻ നെട്ടോട്ടം, ഉടുമുണ്ടഴിക്കാണ് തലമുണ്ടഴിക്കാണ് മുണ്ടത്തി കണ്ടത്തിൽ നെട്ടോട്ടം, മുണ്ടത്തി കണ്ടത്തിൽ നെട്ടോട്ടം. ഇതാണ് ആദ്യത്തെ. അതിനകത്ത് വേറെ ഏതാ നല്ല പാട്ടുണ്ടായിരുന്നത്? സത്യം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സങ്കടം വന്ന ഗാനങ്ങൾ ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ആദ്യത്തെ കാസറ്റ് സലീം സത്താർ അല്ലെ, സിനിമാ നിർമ്മാതാവ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കൽപ്പണിക്ക് പോകുന്നു, അച്ഛനെ പരിചയപ്പെടുന്നു, അങ്ങനെ ആ കാസറ്റ് ഇറങ്ങും. അതിനുശേഷം പിന്നെ അദ്ദേഹം തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, അതിനുശേഷമാണ് കലാഭവൻ മണിയുടെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. മണി എങ്ങനെയാണ് അച്ഛനെ ബന്ധപ്പെടുന്നത്? ഈ പറഞ്ഞ ഞാൻ ഈ പാരലായിട്ട് മണിച്ചേട്ടൻ കാസറ്റ് ഇറങ്ങിയ സമയത്ത് അറ്റ് ദ സെയിം ടൈം മണിച്ചേട്ടൻ കാസറ്റ് ഇറങ്ങിയ കാസറ്റിന്റെ പേരെന്തായിരുന്നു? പൂളുമ ചൊമ്പുള്ള. അത് ഇറങ്ങി. അപ്പൊ അത് ഇറങ്ങി. അപ്പൊ ഇതും ഇറങ്ങി. ഇത് രണ്ടും നല്ല മത്സരമായി. അതെ, 2 ഹിറ്റായി. ആരാ ഇറക്കിയത് കാസറ്റ്? സലീം ഇറക്കി. അതിന്റെ ബാനർ എന്തായിരുന്നു? സർഗത്തിന്റെ സർഗം അങ്ങനെ അപ്പൊ അച്ഛനെ തേടി മണി എങ്ങനെ എത്തുന്നത്? ആ ലിങ്ക് എങ്ങനെ വർക്ക്? സുഹൃത്തുക്കളെ പറഞ്ഞയച്ചു, കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഒരു സഞ്ജയ്ക്ക് ആയിട്ട് നേരെ എറണാകുളത്ത് പോയി. നാദർഷിക്ക, മണിച്ചേട്ടൻ അവരൊക്കെ ആയിട്ട് കണക്ട് ആയി. അങ്ങനെ അവിടുന്ന് ആദ്യത്തെ വർക്ക് നടന്നു. ആദ്യത്തെ കാസറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാരുതി കാസറ്റ് ആണ്. ഏതായിരുന്നു അതിനകത്ത്? അതിലാണ് ഈ പകൽ മുഴുവൻ പണിയെടുത്ത്. പിന്നെ കലാഭവൻ മണിയുടെ കൂടെ കാസറ്റിൽ ആദ്യമായിട്ട് ഫീമെയിൽ പാടുന്ന എന്റെ സിസ്റ്ററാ ഷൈനി. ആദ്യമായിട്ട് അതില് അങ്ങനെ ഫീമെയിൽ ടോൺ വേണമെന്ന് പറഞ്ഞപ്പോ കൂരയിൽ ഒറ്റയ്ക്ക് അന്തി ഉറങ്ങി ഞാൻ ആര് ചതിച്ച ചതിയാണയോ എന്നൊരു പാട്ടുണ്ട്. ഞാൻ ഈ പാട്ടുകളൊക്കെ വേറെ പാട്ട് ചെയ്യണം, അതൊക്കെ മനസ്സിൽ പോയി.
കൂരയിലൊറ്റയ്ക്ക് അന്തിയുറങ്ങി ഞാൻ ആര് വിധിച്ച വിധിയാണയ്യ ഇക്ക് ചെറുപ്പല്ലെൻ്റെ ഉള്ളില് പൂതിയില് മിന്നുകെട്ടെന്തിനെ കൊണ്ടുവന്നു. അപ്പൊ മണിച്ചേട്ടന്റെ വേഷൻ, ഉള്ളില് നീയാണ് പെണ്ണൊരുത്തിയ കള്ളേ ഉള്ളു പൊളിച്ചൊന്ന് നോക്ക് പൊന്നേ കോലത്തെ തമ്പ്രാൻ വിധിച്ച വിധിയല്ലേ പാടത്ത് കാവലിനാളു വേണ്ടേ. ഇതാണ് ആ സോങ്. അച്ഛൻ അങ്ങനെ എത്ര പാട്ടുകൾ മൊത്തം പാടിയിട്ടുണ്ടാവും അച്ഛൻ? ഈ മണിക്ക് വേണ്ടി 500 പാടിയിട്ടുണ്ടാവും. പിന്നെ 300 പാട്ട്, ഒരു 300 പാട്ടിന്റെ അടുത്തുണ്ടാവും. അതല്ലാതെ തന്നെ ഒരുപാട് പാട്ടുകളുണ്ട് അച്ഛന്റെ, ക്ലാസ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്. ഇപ്പൊ വെണ്ണ കവർന്ന പോൽ ഉള്ളം കവർന്നു നീ, അങ്ങനെയുള്ള ഭക്തിഗാനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അച്ഛൻ 8ാം ക്ലാസ്, പണ്ടത്തെ 8ാം ക്ലാസ്. ഇത്രയും നല്ല ഭാഷ കൈകാര്യം ചെയ്യണം. അച്ഛൻ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യും. ഭയങ്കര ഡിറ്റർമിനേഷനാ, പിന്നെ ഭയങ്കര പോസിറ്റീവാ. അതായത് വീട്ടിൽ ഭയങ്കര രസം. അതായത് എല്ലാത്തിലും പോസിറ്റീവാണ്, എല്ലാത്തിലും അച്ഛൻ എപ്പോഴും പോസിറ്റീവായിട്ട് പറയുന്ന, മനസ്സിൽ തങ്ങി നിൽക്കുന്ന വാക്കുകൾ ഏതാണ് ഓർമ്മയിൽ രസകരമായിട്ട്? ഇപ്പൊ എന്തെങ്കിലും കുരുത്തക്കാടല? അതായത് അച്ഛൻ പറയുന്ന ഒരു ഏറ്റവും വലിയൊരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് കടമില്ലാത്തവൻ കള്ളനാണെന്ന് പറയും. കടമില്ലാത്തവൻ കള്ളൻ. കടമില്ലാത്തവൻ കള്ളനാണെന്ന്, അത് അച്ഛന്റെ ഒരു ക്യാപ്ഷനാണ്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. കടമില്ലാത്തവൻ കള്ളനാണെന്നുള്ളത് അച്ഛൻ എപ്പം പറയുന്നതാണ്. പിന്നെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു എന്നതിനപ്പുറം നമ്മൾ ജെന്യുവിൻ ആയിരിക്കുക എന്നുള്ളതാണ് അച്ഛന്റെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ അച്ഛന് ഇപ്പൊ ഒരാളോട് എന്തെങ്കിലും പ്രതികരിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ അത് പ്രതികരിക്കും. അതായത് യാഥാർത്ഥ്യത്തിൽ നയതന്ത്രം ഇല്ലാത്ത മനുഷ്യർ. നമുക്കൊക്കെ നയതന്ത്രം ഉണ്ടാവും. ഇപ്പൊ സാറിന്റെ അടുക്ക് എനിക്ക് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ എനിക്കൊരു നയതന്ത്രം ഉണ്ടാവും. ആക്ച്വലി അച്ഛനെ നയതന്ത്രം ഇല്ല. ഇനിയിപ്പോ നിങ്ങൾ കോടീശ്വരനായാലും അല്ലെങ്കിൽ കലാമണിച്ചേട്ടനൊക്കെ അച്ഛനെ സഹായിക്കണമല്ലോ. മണിച്ചേട്ടൻ ഇത്രയും കോടികൾ ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് എന്റെ അച്ഛൻ മരിക്കുന്നതിന്റെ കുറച്ച് മുന്നേ വരെ ഒരു 3 സെന്റിൽ ടർപ്പായ കെട്ടി വീട്ടിൽ കിടക്കേണ്ടി വന്നു? നിങ്ങൾ കിടന്നത് അങ്ങനെയാണ്. ആ വീടിന്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞു. അയ്യോ, വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടില്ല, ഒരു ടർപ്പായ കെട്ടിയിട്ടുണ്ടാവും, പാമ്പൊക്കെ. 4 മക്കളും ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ടാർപ്പായി കെട്ടി വീട്ടിൽ കിടന്നുകൊണ്ടാണ് ഈ ഗാനം മുഴുവൻ എഴുതിയത്. അതെ. എത്ര മുറി ഉണ്ടായിരുന്നു? മുറിയൊന്നുമില്ല, കട്ട വിരിച്ചിട്ട് ഇങ്ങനെ ടാർപ്പായി കെട്ടി അതിന്റെ അകത്ത് കിടക്കും. ഇപ്പോഴാണ് വീടൊക്കെ ആയത്. അപ്പം ഈ അച്ഛൻ എഴുന്നേറ്റിരുന്ന് എഴുതുന്നത് ഈ വെളിച്ചത്തിൽ. ആദ്യം ഒരു തറവാട് വീട് ഉണ്ടായിരുന്നു, ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായത്. അത് പക്ഷെ വീണു, അത് പൊളിച്ചിട്ട് ആണ് പിന്നെ ഈ വീടാക്കുന്നത്. പക്ഷെ പിന്നെ വീടാക്കാനുള്ള പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ പിന്നെ ഒരു ഷെഡ് ടാർപ്പായി കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ടാണ് എനിക്ക് അച്ഛനെ പറ്റി പറയുമ്പോ കുറെ തമാശകളുണ്ട്. അതായത് പശുവിന് പൈസ പാസ്സായി വില്ലേജിൽ നിന്ന്. അങ്ങനെ ആ പൈസ വാങ്ങിച്ചിട്ട് അച്ഛൻ തൊഴുത്തുണ്ടാക്കി. ഇത് വളരെ രസകരമായിട്ടുള്ള കാര്യമാട്ടാ. തൊഴുത്തുണ്ടാക്കി, എന്നിട്ട് അച്ഛൻ പശുവിനെ വിറ്റു. അപ്പൊ അച്ഛൻ പറയുന്ന കാര്യം എന്താ വെച്ചാല്, നമുക്ക് സർക്കാർ തരുന്ന പൈസ ഇല്ല, അവരെ വീട്ടിൽ നിന്ന് തരുന്നല്ലോ, വില്ലേജ് ഓഫീസർ തരുന്നൊന്നല്ലോ. അങ്ങനെ ആ പശുവിനെ വിറ്റിട്ട് തൊഴുത്ത് കാലിയായി. അപ്പൊ പശുവിനെ വാങ്ങിക്കാൻ പൈസ തന്നു, തൊഴുത്തിന് പൈസ തന്നു, തൊഴുത്ത് തൊഴുത്ത് അവിടെ ബാക്കി വെച്ചു. എന്നിട്ട് വീടിന്റെ പാസ്സായി പൈസ വാങ്ങിച്ചു, എന്നിട്ട് ഈ തൊഴുത്ത് വീടാക്കി. അപ്പൊ ഇങ്ങനെയൊക്കെ രസകരമായിട്ടുള്ള, എനിക്ക് അച്ഛൻ എന്റെ റിയൽ ലൈഫിൽ ഭയങ്കര ഹീറോ ആണ് അച്ഛൻ. കാരണം വെച്ചാൽ ഏത് പ്രതിസന്ധി എന്നെ ബാധിക്കാറില്ല. എന്താണ് അങ്ങനെ പ്രതിസന്ധി? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ട് ഇതിലൊക്കെ കോമഡിയും വളരെ ഗൗരവമായിട്ട്. ഇപ്പൊ ഞാൻ പറയാം, മഴ പെയ്യുമ്പോ വെള്ളം വീഴുന്നു. ഇത് ചിന്തിച്ചു നോക്കണം. മഴ പെയ്യുമ്പോൾ വെള്ളം വീഴുമ്പോ എന്റെ പെർക്യൂഷൻ, ഞാൻ ഇപ്പൊ ചെയ്യുന്ന റിതം എന്ന് പറയുന്ന സാധനം, എനിക്ക് ആദ്യമായിട്ട് എനിക്കൊരു ടോൺ കൾച്ചർ ഉണ്ടാവുന്നത് മഴവെള്ളം വീഴുന്ന ശബ്ദം. ഇപ്പൊ ഒരു അലുമിനിയം പാത്രത്തിൽ വീഴുമ്പോ ഇങ്ങനത്തെ ഒരു ശബ്ദമാണ്. മൺചട്ടിയിൽ വീഴുമ്പോ ഇങ്ങനത്തെ ഒരു ശബ്ദമാണ്. സ്റ്റീൽ പാത്രത്തിൽ വീഴുമ്പോ സ്ലാ സ്ലാ എന്ന ശബ്ദം. ഈ ശബ്ദം ആദ്യമായിട്ട് കേൾക്കുന്ന എന്റെ വീട്ടിൽ ചോറ്, ഈ ടാർപ്പായ കെട്ടിയ വീട്ടിൽ ചോരുമ്പോഴാണ്. ഓരോ ഘട്ടത്തിൽ ഓരോന്ന് കടന്നു വരും. അപ്പൊ ഈ ടോണുകൾ പിന്നീട് നമുക്ക് പെർക്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഈ മഴവെള്ളം വീഴുന്ന ചട്ടിയിൽ വീഴുമ്പോഴുള്ള ശബ്ദ വ്യതിയാനം, സ്റ്റീൽ പാത്രത്തിൽ വീഴുമ്പോഴുള്ള ഇതൊക്കെ നമുക്കൊരു പെർക്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഗുണം ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ എനിക്കൊരു ടോൺ, ഇപ്പൊ ഓരോ ക്ലയന്റ് നമ്മളെ വിളിച്ച് ഇന്ന ടോണിൽ പാട്ട് വേണം, ഒരു ന്യൂജൻ സ്റ്റൈലിൽ വേണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത്രയും ടോൺ കൾച്ചർ തന്നതിൽ അച്ഛനൊന്നും നല്ല വീട് വെച്ചെങ്കിൽ ചിലപ്പോ എനിക്ക് ഇത്രയും ടോൺ കൾച്ചർ ഈ ലെവലിലേക്ക് വരില്ല. ആ ടോൺ കൾച്ചറിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ട വരികൾ ഏതായിരിക്കും ആദ്യം മനസ്സിലാക്കി? വരികള് ഇപ്പൊ എനിക്ക് എല്ലാ ടൈപ്പ് വരികളും ഞാൻ എന്നാലും ആദ്യം രൂപപ്പെടും. നിങ്ങൾ പറഞ്ഞല്ലോ ഇത് വളരെ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഒരു തലമുറയ്ക്കൊന്നും അനുഭവിക്കാൻ പറ്റില്ല. കാരണം ഇനിയുള്ള തലമുറക്കൊന്നും ഇങ്ങനെ ടാർപ്പ് വെച്ച് വീട് ഉണ്ടാവില്ല. അതിദരിദ്രമില്ലാത്ത കേരളമാണ്. ഞാൻ മലയാളികളുടെ കാര്യം പറഞ്ഞു, ഉത്തരേന്ത്യക്കാരുടെ കാര്യമല്ല പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അതിദരിദ്രരില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
അതെ. അപ്പൊ ആ ലെവലിലുള്ള ഒരു കേരളത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ടാർപ്പായി പശുവിന് തൊഴുത്ത് ലോൺ വാങ്ങി കെട്ടുക, എന്നിട്ട് അതിനെ വീടാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു അറുമുഖൻ ഇനി ഉണ്ടാവില്ല. അതെ. കാരണം ഇനിയുള്ള കാലം അതില്ല. അതെ. അപ്പൊ അങ്ങനെയുള്ള അറുമുഖന്റെ മകൻ ആ ടോണിൽ നിന്ന് ആദ്യം രൂപപ്പെടുന്ന വരികളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ അത് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഞാൻ എല്ലാ ടൈപ്പ് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ എനിക്കത് ആദ്യം എഴുതിയത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. എന്റെ മനസ്സിൽ വരുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് ഇപ്പോ മറ്റൊരിടത്തും ഇല്ല സഖി, നീ ഇല്ലാതാകുമ്പോൾ, ഇങ്ങനെയൊക്കെ പാടുന്ന ആദ്യത്തെ വരികൾ വന്ന മറ്റൊരിടത്തും ഇല്ല സഖി താങ്ങും തണലും താരാട്ടും നിന്നെ തഴുകി തലോടുന്ന നേരം എല്ലാം മറന്നലിയുന്നു ഞാൻ, മറ്റൊരിടത്തും ഇല്ല സഖി താങ്ങും. എത്ര വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്? അച്ഛന് 76 വയസ്സില്. അന്നേരം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? അല്ല, അച്ഛന് ഇപ്പൊ 2 വർഷമായുള്ളൂ. 2 വർഷം മുമ്പ്. 2 വർഷം. എന്റെ ചോദ്യം ഇത് തന്നെയാണ്. ജനിച്ചു, നിങ്ങൾ എത്രാമത്തെ മകനാന്ന് പറഞ്ഞത്? 4ാമത്തെ. 4ാമത്തെ, ഏറ്റവും ഇളയ. ഏറ്റവും ഇളയ. അപ്പൊ ആ കാലഘട്ടത്തില് നിങ്ങളടക്കമുള്ള ഈ 4 പേരുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു? സ്കൂളിൽ പോക്ക് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ എന്റെ ചെറുപ്പം ഒരു 5ാം ക്ലാസ് വരെ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലായിരുന്നു. ഞങ്ങള് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനുശേഷമാണ് 6ാം ക്ലാസ് മുതലാണ് എന്റെ വീടിന്റെ അടുത്തുള്ള. 5ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഏത് സ്കൂളിലായിരുന്നു? ഞാൻ മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് RP-LP സ്കൂൾ. ഞാൻ പഠിച്ച ക്ലാസ് റൂം ഇന്നും ഉണ്ട് അവിടെ. അവിടെ ഉണ്ട്. ബിൽഡിംഗ് പൊളിച്ചിട്ടില്ല. ആ കാലഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? രസമായിരുന്നു. ഞാൻ അച്ചാച്ചന്റെ അമ്മയുടെ അച്ഛൻ ഈ പറയുന്ന പോലെ നന്നായിട്ട് ജോലി ചെയ്യും, നന്നായിട്ട് വീട് നോക്കും. കലാകാരനാണോ? അല്ല, കലാകാരൻ എന്ന് പറയാൻ പറ്റില്ല, എല്ലാം പണിയും ചെയ്യും. കൈക്കോട്ടിട്ട് പണി, വേലി കെട്ടാൻ പോക്ക്, അതൊക്കെ ചെയ്യും. 5ാം ക്ലാസ്സിന്റെ വിദ്യാഭ്യാസം, 5ാം ക്ലാസ് വരെയുള്ള പഠനകാലം എങ്ങനെ ഓർമ്മയിലുണ്ട്? ടീച്ചേഴ്സും സ്കൂളും നല്ല നിങ്ങൾ ഈ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ ആക്ടിവിറ്റീസ് അന്ന് ഉണ്ടായിരുന്നത്? പാട്ട് തന്നെ മെയിൻ ആയിട്ട്. അന്ന് പാടുന്ന പാട്ട് ഏതാണ്? ഈ 5ാം ക്ലാസ് വരെയുള്ള ഒരു വിദ്യാർത്ഥി പാടുന്ന പാട്ട് ഏതാണ്? ആലോലമാടിയ നാളുകൾ ഞാൻ സ്കൂളിൽ പാടി പാട്ടാണ്. അലമാല തന്നിൽ ഒന്നും അറിയില്ല, ആരതാന്നൊന്നും അറിയില്ല. വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് പങ്കെടുത്തിരുന്നത്? ക്വിസ് മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അതൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും എല്ലാ മത്സരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ക്ലാസിക്കൽ സംഗീതത്തിൽ അന്നൊരു മാഷ് വന്നിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ രാരവേണുഗോപാല രാജിത സൽഗുണ ജയശീല ഇങ്ങനെ ഒരു പാട്ട് പാടിയത് 3ാം ക്ലാസ്സിലിട്ടോ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ചെറുപ്പത്തിലെ ഈ പണി അറിയാം. ഉണ്ട്. അപ്പൊ 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 5ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 6ാം ക്ലാസ് മുതൽ എന്റെ അച്ഛന്റെ വീട് എനാമാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, കരുവന്തല, അവിടത്തെ എനാമാവ് ഗുഡ് ഷെപ്പേർഡ് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു. അതെ. അന്നും ടാർപ്പായി കെട്ടിയ വീടാണ്. 4 പേരിങ്ങനെ നിരന്ന് കിടക്കും. അതെ. സഹോദരങ്ങളൊക്കെ ഇപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ചേച്ചി ഹോസ്റ്റലിലായിരുന്നു. എന്റെ മൂത്ത ചേച്ചി കസ്തൂർബ ബാലികസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ ഹോസ്റ്റലിലാണ് പഠിച്ചത്. ബാക്കി ഞങ്ങൾ 3 പേരും വീട്ടിൽ തന്നെ എനാമാ സ്കൂളിൽ. ഒരാള് ഞാനും ചേട്ടനും ഒരു സ്കൂളില്, സിസ്റ്റർ വേറെ സ്കൂളിൽ. ആ കാലഘട്ടം എങ്ങനെ ഇതെങ്ങനെ ഒപ്പിച്ചു കൊണ്ടുപോകുന്നു അച്ഛൻ? ഈ കുട്ടികളെ 4 പേരെ പഠിപ്പിക്കലും രചനയും സന്തോഷം, ഹാപ്പി ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് ദാരിദ്ര്യം എന്ന് പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം വേണ്ടേ. കിടന്നിട്ടുണ്ടോ നല്ലോണം? അതിന്റെ ഓർമ്മകൾ എങ്ങനെയാ? സ്കൂള് ചോറുണ്ടാവും, ചോറ് തന്നെയാണ് മെയിൻ. ഇപ്പൊ സ്കൂള് വിട്ടു വന്നു കഴിഞ്ഞാൽ ചിലപ്പോ കഴിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിക്കും. വലിയ സ്കൂൾ മാഷായിരുന്നു. അപ്പൊ ചിലപ്പോ അവിടെ നിന്ന് എടുക്കും, അല്ലെങ്കിൽ തെക്കേല വീട്ടിൽ നിന്നൊക്കെ എടുക്കും. അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ അച്ഛൻ നിങ്ങളോടുള്ള ഒരു സംവാദം എങ്ങനെയാണ്? നിങ്ങളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയായിരുന്നു? അച്ഛൻ ആക്ച്വലി രാവിലെ എണീറ്റ് കഴിഞ്ഞാല് എന്റെ പെങ്ങളെ കൊണ്ട്, എന്നെ കൊണ്ടൊക്കെ അങ്ങനെ ഓരോ പാട്ട് പഠിപ്പിക്കും, ചേട്ടനെ കൊണ്ടൊക്കെ അങ്ങനെ പാടിക്കും. പാട്ട് തന്നെയാണ് മെയിൻ. അമ്മ എനിക്കും ശരിക്കും പറഞ്ഞാൽ 4 മണിയാകുമ്പോ എല്ലാവരും എനിക്കും. അമ്മ പാടില്ല, അമ്മ പക്ഷെ എല്ലാം സപ്പോർട്ട്. അമ്മ രാവിലെ എനിക്ക് അച്ഛൻ ചായ വെച്ച് കൊടുക്കും. ശരിക്കും അമ്മയുടെ കട്ടൻ ചായക്ക് ശരിക്കും അച്ഛന്റെ എഴുത്തിൽ സ്വാധീനമുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് അച്ഛനും പറഞ്ഞിട്ടുണ്ട്, അമ്മയും പറഞ്ഞിട്ടുണ്ട്. അതായത് അച്ഛനെ എണീക്കുമ്പോ സാധാരണ അതിന്റെ ഒപ്പം അമ്മ എണീക്കേണ്ട ആവശ്യമില്ല, അമ്മയ്ക്ക് വേണേ കിടന്ന് ഉറങ്ങാം. പക്ഷെ അമ്മ എണീറ്റ് ചായ വെച്ച് കൊടുക്കും. അപ്പൊ ഈ ചായ വെച്ച് കൊടുക്കുമ്പോ നമ്മളൊരു ഒരു സപ്പോർട്ടിങ് ആണല്ലോ അത്. അപ്പൊ അതൊക്കെ എഴുത്തിന് ഗുണം ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഉണ്ടാവും. ഈ മണിക്ക് വേണ്ടി ഇങ്ങനെ പാട്ടെല്ലാം പാടുമ്പോൾ നല്ല മണി അത് ലക്ഷക്കണക്കിന് സമ്പാദിച്ചിട്ടില്ലേ? ഞാൻ അപ്രിയമായിട്ടുള്ള സത്യങ്ങൾ പറയാനായിട്ടില്ല. അപ്രിയ സത്യം ഒരു 60 വയസ്സ്, ഇപ്പൊ എനിക്ക് 45 വയസ്സാ. ഒരു 50-55 വയസ്സിൽ എന്റെ അപ്രിയ സത്യങ്ങൾ സങ്കടം പറഞ്ഞിട്ടുണ്ടോ? ഇതിലേക്ക് പാട്ട് എഴുതിയിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ പോസിറ്റീവാന്ന് പറയാൻ കാരണം
അതായത് അച്ഛൻ അതിൽ കാണുന്ന നമുക്കിപ്പോൾ എല്ലാത്തിലും പോസിറ്റീവ് കാണാൻ പറ്റില്ല ഒരു മനുഷ്യന്. ഇപ്പോൾ അച്ഛൻ്റെ പാട്ടുകൾ കുറെ ആളുകൾ പാടും, ഞാൻ അതിൽ കാണുന്ന പോസിറ്റീവ് അച്ഛൻ കാണുന്ന അതേ പോസിറ്റീവാണ്. ആ പാട്ടുകൾ അന്ന് മാരുതി കാസറ്റ്, കലാഭവൻ മണി എന്നുള്ള ആളുകളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നോക്കൂ, നമ്മളൊരു പഞ്ചായത്തില് ഒരു 20 വാർഡ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നാടൻപാട്ട് സമിതി ഉണ്ട്. അപ്പോൾ മിനിമം ഒരു നാടൻപാട്ട് കലാകാരൻ ഒരു 1000 രൂപയെങ്കിലും വരുമാനം അവന് വേതനം കിട്ടും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് അച്ഛന്റെ വരികളിലൂടെ. അതൊരു അതാണ് വലിയ ഞാൻ സംഭവമാണ്. അവിടെ നിന്നാണ് എനിക്ക് ഒരു ഓൺടർപ്രണർഷിപ്പ് എന്താന്ന് ഞാൻ സ്റ്റഡി ചെയ്യുന്ന അവിടെ നിന്ന്. എന്റെ അച്ഛന്റെ പാട്ടുകൾ പാടിയിട്ട് ഇത്രയും ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ വൈ നോട്ട്, എനിക്ക് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അച്ഛന്റെ ഓണത്തിന് കള്ളു കുടിച്ചു വന്നിട്ടുള്ള ആ ഛർദിക്കുന്ന പാട്ടില്ലേ, അത് കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു പാട്ടാണ്. ഓണം വരുമ്പോ ഇല്ലേ, ഓർമ്മയുണ്ടോ അത്? അല്ല, ഒരു ഒമറ്റിംഗ് വാള് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടില്ലേ? അല്ല, പക്ഷെ അത് അച്ഛന്റെ അല്ല. അച്ഛന്റെ അതാരായിരുന്നു? അത് വേറെ ആരുമാണ്? വേറെ ഉണ്ണീഷ്ണനാ, അങ്ങനെ ആരും അച്ഛന്റെ അല്ല. അല്ല അല്ല. അച്ഛൻ ഈ മദ്യപാനായിട്ട് ബന്ധപ്പെട്ട് പാട്ട് വല്ലതും വന്നിട്ടുണ്ടോ അച്ഛന്റെ ഓർമ്മയില്? അച്ഛൻ കള്ളുടിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പാട്ട്. ഏതാണ് ഏറ്റവും? കുടിച്ച് 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 കരളും കുടലും കരിഞ്ഞുണങ്ങി കാലും കൈയും കുഴല് പോലെ വയറും ചാടിയില്ലേ. അച്ഛൻ ഒരേ സമയം തന്നെ രണ്ടും ചെയ്തിട്ടുണ്ട്. അതായത് മദ്യപാനത്തിനെ പോസിറ്റീവായിട്ടും പറഞ്ഞിട്ടുണ്ട്, വളരെ നെഗറ്റീവായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ട് നോക്കിയാൽ അറിയാം. കുടിച്ച് 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 കാലും കൈയും ഇത് പോയി, വയറും ചാടി, കുടലൊക്കെ പോയി, ആള് നശിച്ചില്ലേ എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉള്ളിൽ കള്ളൊരു തുള്ളി അകത്ത് ചെന്നാൽ ആനന്ദമാണ്, അതും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏതോ ഒരു പാട്ടില് തുള്ളി അകത്ത് ചെന്നാൽ പാട്ട് ഞാൻ മറന്നുപോയി. അങ്ങനെയൊക്കെ പാടി. നിങ്ങൾ പിന്നെ സ്കൂൾ പഠനം എവിടെ വരെ കൊണ്ടുപോയി? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഞാൻ മ്യൂസിക് കോളേജിലാണ് പഠിച്ചത്, പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ്. അതെല്ലാം അയച്ചിട്ടുണ്ട്. പിന്നെ സംഗീതത്തിന്റെ അംശമുണ്ട് ആ കാലഘട്ടം. ഈ 10ാം ക്ലാസ് വരെയുള്ള പഠനം എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂൾ നല്ല രീതിയിൽ സാധാരണ പ്രശ്നങ്ങളൊന്നും ഇല്ല. സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? ഇല്ല, അന്നൊന്നും ഇങ്ങനെ കലോത്സവം അത്ര സ്ട്രോങ് അല്ല. നിങ്ങൾ പങ്കെടുക്കാറുമില്ല? സംഘഗാനം അങ്ങനത്തെ ഇന്നത്തെ പോലത്തെ ഒരു മത്സരമൊന്നുമില്ല. ഇല്ല. അത് കഴിഞ്ഞ് സംഗീത കോളേജിലേക്ക് പോകുന്നു. അതെ, സംഗീത കോളേജിലേക്ക് പോകാനുള്ള നിങ്ങൾ ആഗ്രഹം പറഞ്ഞതാണോ അച്ഛൻ തീരുമാനിച്ചതാണോ? അല്ല, അച്ഛനാണ് അത്. അച്ഛൻ അങ്ങനെ ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആളുകൾക്ക്, ഇപ്പോൾ ഓരോ മക്കൾക്ക് ഓരോ തരത്തിലുള്ള കഴിവുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛനോട് പറഞ്ഞ് നിനക്ക് മ്യൂസിക് കോളേജിൽ പോകണമെങ്കിൽ നീ പൊക്കോ, നിനക്ക് അതിന്റെ മേഖല അതാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ മൃദംഗമാണ് ഞാൻ അവിടെ എടുത്തത് പഠിക്കാൻ. എന്നിട്ട് മൃദംഗ വിദ്വാനായില്ല? മൃദംഗ വിദ്വാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തി. എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇതിലേക്കാ പോയത്? ഈ പാട്ടിലേക്ക് വന്നു. പിന്നെ നിങ്ങൾ എവിടെയോ ഒരു ഇന്റർവ്യൂല് നിങ്ങൾ പറയുന്ന ഒരു രംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കല്ല് ചുമക്കുന്ന ആ പ്രണയം പൊട്ടിവിടുന്നു. ജസ്റ്റ് അതെങ്ങനെയാ അതിന്റെ ഒരു ഹിസ്റ്ററി? അല്ല, അത് ഞാൻ പറഞ്ഞാൽ അത് എവിടെയോ ജസ്റ്റ് കണ്ടുപോയൊരു ഓർമ്മയുണ്ട്. അത് ഈ പാട്ടുകളുടെ പിന്നിലൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, എല്ലാ പാട്ടുകളുടെ പിന്നിലും അല്ലെങ്കിൽ വരികളുടെ പിന്നിലൊക്കെ ഒരു കഥ ഉണ്ടാവും അവർക്ക് പറയാൻ. അപ്പോൾ അങ്ങനെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഏരിയ എന്നൊക്കെയാണ് അങ്ങനത്തെ വരികൾ വരുന്നത്. ഇപ്പൊ നട്ടുച്ച നേരത്ത് നട്ടം തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോ പോണവരും വരുന്നവരും നോക്കണം, പാരയ്ക്കും പോരിനും ഇതുപോലെ കുണ്ടൻ എടൊഴി. ഇപ്പൊ ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, എന്താണ് കുണ്ടൻ എടൊഴി? ഒന്ന് പറഞ്ഞുതരുമോ? അറിയില്ല. കാര്യം കൂരി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത എന്ന് പറഞ്ഞാൽ എന്താ? ഔവ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഇത്രയും പദങ്ങൾ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ പദസമ്പത്ത് എന്ന് പറയുന്നത് അടുത്തൊരു ജനറേഷന് കൈമാറണമെങ്കിൽ ഇത്തരത്തിലുള്ള സാഹിത്യങ്ങൾ ഇവിടെ നിലനിൽക്കണം. അത് ഏതിലാ ഈ പദങ്ങളൊക്കെ കടന്നു വന്ന വരികൾ? അച്ഛന്റെ പല പാട്ടിലും കാരിയും കൂരിയും കരഞ്ഞുടങ്ങയോ പൂവാ നവ പൊരക്കിലേക്ക് കുണ്ടനടൊഴിയിലെ കട്ടങ്കല്ലും തട്ടി തട്ടി തടയാതെ പോവാന്ന്. കാര്യം കൂരിയും കരഞ്ഞുടങ്ങി. നമ്മളൊരു വയലിൽ പാടത്ത് നിൽക്കുമ്പോ കരയിലുള്ളതിനേക്കാളും വെളിച്ചം കൂടുതലായിരിക്കും. അതായത് ഇവിടെ ഒരു 7 മണി ആയാലും കരയിലെ 7 മണി ആയാലും പാടത്ത് ഒരു മണിക്കൂറിന്റെ ഡിഫറൻസിൽ വെളിച്ചുണ്ടാവും. ഞാൻ പാടത്ത് കുറെ പോയോണ്ട് എനിക്ക് മനസ്സിലാവും. ഇഷ്ടം പോലെ എല്ലാ പണി എടുത്തിട്ടുണ്ട്. പാടത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ വീണ്ടും ആ പരിപാടികളുണ്ട്. പിന്നെ കൊയ്ത്തിനും പോവും, മെതിക്കാൻ പോവും, നെല്ലൊക്കെ. അപ്പൊ ഈ 1 മണിക്കൂർ 1.5 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ 7 മണി ആയാലും പാടത്ത് ഇരുട്ടാവില്ല. 1 മണിക്കൂർ 1.5 മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ ഇരുട്ടാവും. ഒരു 8 മണി 7-8 മണി സമയത്താകുമ്പോൾ ശരിക്കും പാടത്ത് നമുക്ക് നല്ല ഇരുട്ട് വരിക. അപ്പൊ അതാണ് പറയുന്നത്, കാര്യം കൂരിയും കരഞ്ഞുടങ്ങയോ പൂവാന്നവ പുരക്കിലേക്ക് കുണ്ടനടൊഴിയിൽ. അതായത് ഈ പാടത്ത് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കരയിൽ ഇട്ടായിട്ടുണ്ടാവും. അപ്പൊ കുണ്ടനടൊഴി എന്ന് പറയുന്നത് ഇടവഴികളിൽ കട്ടയും കല്ലൊക്കെ ഉണ്ടാവും. അപ്പൊ കുണ്ടനടൊഴിയിലെ കട്ടയും കല്ലും തട്ടാതെ നമുക്ക് പോവാമ്മേ, വേഗം പോവാന്ന് പറയുന്ന ഒരു മകന്റെ പച്ചയായ ജീവിതമാണ്. അതെ, എല്ലാത്തിലും ഉണ്ട് അത്. അല്ലെ, ഈ രചനകളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, പാട്ടിന് ഈ സാഹിത്യത്തിന് ഞാൻ കാണുന്നത് വെച്ചാൽ നമുക്ക് ഒരാളുടെ പ്രണയം, അയാളുടെ ഭക്തി, അയാളുടെ രാഷ്ട്രീയം, അയാളുടെ വിപ്ലവം, അതിനേക്കാളൊക്കെ അപ്പുറം പാട്ട് കൊണ്ടൊരു ചൂട്ട് കിട്ടിയ ചൂട്ട് കൊണ്ട് നിന്റെ മോത്ത് കുത്തും എന്ന് പറയുന്ന അത്രയും
പാട്ടുകൊണ്ടൊരു ചൂട്ട് കെട്ടി, ചൂട്ടുകെട്ടി. ആ ചൂട്ട് കൊണ്ട് നിന്റെ മോത്ത് കുത്തും ആ. എന്ന് പറയുന്ന പാട്ടിനൊരു രാഷ്ട്രീയമുണ്ട്. അപ്പൊ നമുക്ക് പാട്ട് കൊണ്ട് ചൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പാട്ടിന്റെ വെളിച്ചമാണ്, വരികളുടെ വെളിച്ചമാണ് ചൂട്ട്. ആ ചൂട്ട് വെളിച്ചം മാത്രമല്ല നിന്റെ മുഖത്ത് ഞാൻ അക്രമിയാണെങ്കിൽ നിന്റെ മുഖത്ത് കുത്തും. അത്രയും പവർഫുൾ ആയിട്ടുള്ള വരി. അതിന്റെ കാരണം പറയാൻ ഇപ്പൊ കലാഭവൻ മണി ഇത്രയും പാട്ടുകളൊക്കെ എഴുതി എന്ന് പറഞ്ഞ് പാടി എന്ന് പറഞ്ഞ് നമ്മള് ബോധം കെട്ടി വീണ ഒരു സമയം ഉണ്ടായി. ആ സമയത്ത് എല്ലാവരും മണിച്ചേട്ടനെ കളിയാക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ വളരെ ബ്രില്യൻ്റ് ആയിട്ട് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഈ പറയുന്ന സംഭവം പാട്ടുകൊണ്ട് ചൂട്ടുകെട്ടി ചൂട്ടുകൊണ്ട് മൂത്ത് കുത്തുക എന്ന് പറയും. ഒരു രീതിയാണ് അത്. അതുകൊണ്ടാണ് ചണ്ടിമുണ്ടി ചുള്ളിമുള്ളാണടോ ചുറ്റോട് ചുറ്റുള്ള ചാപ്പറമ്പ്, ചാപ്പറമ്പിൽ ചെമ്മിനോണക്കണ ചീരൊത്ത ചീരുനെ കണ്ടു ഞാൻ, ചാഞ്ഞു കുത്തി ചരിച്ചിട്ട് കുത്തിയിട്ടും ചത്തില്ല ചാലക്കൂടിക്കാരൻ, പിച്ചളക്കി ഞാൻ ഉന്നം പിടിച്ച് ചെമ്പൊന്നുറപ്പിച്ച് വെട്ടോടി. അപ്പൊ ഒരു കലാകാരന് പ്രതിരോധം തീർക്കാൻ വരികളെക്കാളും നല്ല സാധനം വേറെ ഇല്ല. അപ്പൊ ശരിക്ക് ഈ നാടൻ പാട്ടുകള് മലയാളികളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ കാരണം അറുമുഖനാണ്, അച്ഛന്റെ വരികളാ. അതിൽ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ മണിച്ചേട്ടൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ അച്ഛൻ എഴുതി മണിച്ചേട്ടൻ പാടിയതിൽ 99.9% പാട്ടുകൾ ഹിറ്റാ. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അതാണ് മനസ്സിലാകാത്തത്. കലാഭവൻ മണിയുടെ ജീവിതവും അറുമുഖന്റെ ജീവിതവും പരസ്പര പൂരകങ്ങളാണ്. അതെങ്ങനെയോ നിരീക്ഷിക്കുന്നത്? അത് പല പാട്ടുകൾ നമ്മൾ പാടുന്ന സമയത്ത് ഇപ്പൊ ചില വാക്കുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങൾ അങ്ങനെ പറയുമ്പോൾ ആ സാഹചര്യങ്ങൾ ഏകദേശം ഈക്വൽ ആയിരുന്നു. ഇപ്പൊ അച്ഛനും മണിച്ചേട്ടനും തമ്മിൽ ഒരു 10-20 വയസ്സിന്റെ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ല, ഒരു ചേട്ടനും അനിയനും തമ്മിലുള്ള ഡിഫറൻസേ ഉള്ളൂ പ്രായം കൊണ്ട്. അപ്പൊ ഏകദേശം അവരുടെ ജീവിത അനുഭവങ്ങൾ ഒരു സമകാലികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ സെയിം ആയിരിക്കും. അതായത് കപ്പിയും കഞ്ഞിനെ അവർ കഴിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മന്തി ഷവായി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ചിലപ്പോൾ കഞ്ഞിയും കപ്പിയും കാന്താരി ആയിരിക്കും. അതേ സിമിലർ മണിയുടെ അപ്രതീക്ഷിതമായ വിയോഗം അച്ഛൻ എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത്? അച്ഛന് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛൻ അതിനെ കുറിച്ച് പറഞ്ഞത് പങ്കുവെച്ചു നിങ്ങളൊക്കെ? അത് അച്ഛൻ പറഞ്ഞത് വെച്ചാൽ ആരോഗ്യം ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അതായത് ഒരു കലാകാരൻ ആക്ച്വലി ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഒരു പൊതുസ്വത്താണ് കലാകാരൻ. അപ്പൊ കലാകാരൻ പൊതുസ്വത്താവുമ്പോൾ അവൻ ആദ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 100 രൂപയ്ക്ക് വരുമാനമുള്ള ഒരാൾക്ക്, 100 രൂപ മാത്രം വരുമാനമുള്ള ആൾക്ക് 10,000 വരുമാനം വരുമ്പോൾ ആദ്യം വേണ്ടത് മണി മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ ആദ്യം കണ്ടെത്തണം, അതിലൂടെ പോകണം. അതല്ലാതെ ജീവിതം വഴിതെറ്റിപ്പോവും. 100 രൂപ കിട്ടുന്നവനെ സംബന്ധിച്ച് അവന് 10,000 കിട്ടാന്ന് പറയുമ്പോൾ അവൻ ആ 100 കൊണ്ട് ജീവിച്ചിരുന്ന ജീവിതശൈലി അല്ല 10,000-ന്റെ. അതവൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ 10,000 അവന്റെ ജീവിതം നശിപ്പിക്കും. അതിന്റെ ഉദാഹരണമാണ് കലാഭവൻ മണി. അത്രേ ഉള്ളൂ. ഇത് ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു. നിങ്ങളോട് അല്ല, ഇത് അച്ഛന്റെ സങ്കടം എങ്ങനെയായിരുന്നു? അല്ല, അച്ഛന്റെ സങ്കടം തന്നെ. അവൻ അങ്ങനെ ആയി പോയില്ലേ, അവൻ കുറച്ചും കൂടി ശരീരമൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. അച്ഛനോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. മണി ഇങ്ങനെ, അതായത് മണിച്ചേട്ടൻ ഷൂട്ടിങ്ങിനൊക്കെ വരുമ്പോൾ ഒരു വണ്ടി, ഒരു പജിറോ നിറച്ച ആൾക്കാരുണ്ടാവും. കൊക്ക്, ചണ്ട്, താറാവ്, കോഴി, ഇങ്ങനെ ഫുഡ് ഐറ്റംസും എല്ലാം ആയിട്ടാ വരിക. അപ്പൊ അച്ഛനിങ്ങനെ പറയും മണി ശരീരമൊക്കെ നോക്കണ്ടെന്ന് പറയുമ്പോൾ മണിച്ചേട്ടൻ പറയും, ചേട്ടാ എന്റെ ചെറുപ്പത്തിൽ എനിക്കിതൊന്നും തിന്നാൻ കിട്ടിയിട്ടില്ലല്ലോ, അപ്പൊ ഞാനൊന്ന് എൻജോയ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് മണിച്ചേട്ടൻ അതിനെ പറയാറ്. അപ്പൊ പിന്നെ അച്ഛനൊന്നും പറയാനും പറ്റില്ല. അങ്ങനെ ഒരാൾ വിഷമം നമ്മൾ സ്നേഹം കൊണ്ടാ പറയുന്നത്. അപ്പോൾ സാറ് എന്നോട് സ്നേഹം കൊണ്ട് പറയണം, ഷൈൻ ഇങ്ങനെ ആവരുത്, നമുക്ക് ഇങ്ങനെ ആവണം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചു പറയാം, എനിക്കിതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ സാറിൻ്റെ ഉള്ളൊരു സിമ്പതി വർക്കൗട്ടാവും, ശരി അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള സംഭവത്തിൽ. ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മള് നല്ല ഓർമ്മകളാണ്. അറുമുഖൻ എന്ന മനുഷ്യൻ, പിന്നെ കടന്നു വരുന്നു കലാഭവൻ മണി. ഇനി ഷൈൻ എങ്ങനെയാണ് കണ്ണൂരിലേക്ക് എത്തുന്നത്? ഞാൻ ഓട്ടോമൊബൈലിന്റെ ജോലിക്ക് വന്നത്. തൃശ്ശൂരിൽ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? തൃശ്ശൂരില്ലേ പ്രൊഫഷൻ? എന്തുകൊണ്ട് കണ്ണൂർ? ഇവിടെ എലൈറ്റ് ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം. അതെ, എന്റെ വീടിന്റെ അടുത്തുള്ള സുഭാഷ് ചേട്ടൻ, അദ്ദേഹമാണ് ഇങ്ങോട്ട് വരാൻ പറയുന്നത്. എലൈറ്റ് ബോർഡ് പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, കോഴിക്കോട്, കാസർഗോഡ്, എല്ലാ ജില്ലകളും. അപ്പൊ അദ്ദേഹം പറഞ്ഞു വാ മോനെ ഇങ്ങോട്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഓട്ടോമൊബൈലിന്റെ ജോലിയായിരുന്നു. എത്ര കാലം ചെയ്തു? ഞാനൊരു 8 വർഷത്തോളം. എവിടെയാണ് ചെയ്തത്? കണ്ണൂരാണ്. ആദ്യം തലശ്ശേരിയായിരുന്നു, പിന്നെ കണ്ണൂര്, പഴയ മൂപ്പൻസ് ഹോസ്പിറ്റലിന്റെ അടുത്ത്, ഇപ്പൊ നാഷണലിന്റെ അപ്പുറത്ത്. പിന്നെ തലശ്ശേരി അല്ല, ഇവിടെ തലശ്ശേരി ജൂബിലി റോഡ്. ജൂബിലി ബോർഡ് ഓർമ്മയുണ്ട്. കണ്ണൂരിൽ വരുന്നു, ഇവിടെ ചെയ്യുന്നു, അങ്ങനെ 8 വർഷം. അതിനുശേഷം പിന്നെ എനിക്കിങ്ങനെ മ്യൂസിക്, എനിക്കിങ്ങനെ ഡിപ്രഷൻ വന്നു തുടങ്ങി. ഞാൻ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി. ഒരു ബാംഗ്ലൂർ ഡീസൽസ് എന്ന് പറഞ്ഞ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിന്റെ സർവീസ് ഒക്കെ തുടങ്ങി. നല്ല രീതിയിൽ ഫൈനാൻഷ്യൽ ഒക്കെ സെറ്റായി വരുന്നു. പക്ഷെ ഭയങ്കര ഡിപ്രഷനായി, പാട്ടുകൾ പാടാതെ, പാട്ടുകൾ ചെയ്യാതെ. അങ്ങനെ സുപ്രഭാതത്തിൽ ഞാൻ ഈ മേഖലയിലേക്ക് ഇറങ്ങി. ഇറങ്ങിയിട്ട് ആദ്യം എന്താ പണിയെടുത്തത്? ഞാൻ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ. ഗാനരചന എത്ര വയസ്സിൽ തുടങ്ങി? ഞാൻ ആക്ച്വലി ഗാനരചനയല്ല, ഞാൻ മ്യൂസീഷ്യനാണ്, മ്യൂസിക് സംവിധായകനാണ്. ഈണങ്ങൾ ഗാനരചന ഉണ്ടോ? ചെയ്യും, അത്യാവശ്യത്തിന് മാത്രം. ഈ സംഗീത സംവിധാനം എന്ന് ഒരാൾ പറയും.
സംഗീത ലോകത്തുള്ളവന് സംഗീത സംവിധാനം മനസ്സിലാവും. ഒന്നും അറിയാത്ത, ഇപ്പൊ സംഗീതത്തെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണ് ഞാൻ. ഈ മണിയുടെ പാട്ട് കേൾക്കും, പഴയകാല സിനിമകളൊക്കെ നല്ല രസത്തിൽ കേട്ടിരിക്കും, പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും, നല്ല കവിതകൾ, ഇപ്പം കാട്ടാക്കടയുടെയൊക്കെ എല്ലാം നല്ല രസത്തിൽ കന്നഡയിലിങ്ങനെ 10 തവണയിലൊക്കെ കേൾക്കും. അപ്പൊ നിങ്ങൾ ഒരു സംഗീത സംവിധായകൻ എന്ന പ്രൊഫഷന്റെ സ്വഭാവം എന്താണ്? സംഗീത സംവിധായകൻ എന്ന് പറയുന്നതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് പറയുന്ന ഒരു ഫീൽ ഇല്ലേ, അത് തന്നെയാണ്. ഒരു മ്യൂസിക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. നമ്മുടെ പുസ്തകത്തിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ എവിടെയോ ഒക്കെ എടുക്കുന്ന വരികൾ, ഈ വരികൾക്കൊന്നും ജീവൻ ഉണ്ടാവില്ല, ആ വരികൾക്ക് ജീവൻ ഉണ്ടാവില്ല. അപ്പോൾ ആ വരികൾക്ക് ജീവൻ വെക്കുന്നത് ഈണം വരുമ്പോഴാണ്. ആ ഈണം വന്നതിന് ശേഷം അതിന് യഥാർത്ഥത്തിൽ കയ്യും കാലും എല്ലാം വരുന്നത് ഒരു ഗായകന്റെ ശബ്ദത്തിൽ വരുമ്പോഴാണ്. അത് വെറുതെ വരിയായിട്ട് കിടക്കുമ്പോൾ ഓരോരുത്തർ വായിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഭാവനയാണ്. പക്ഷെ അതിനൊരു കൃത്യമായിട്ടൊരു ഈണവും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴാണ് അത് പാട്ടായിട്ട് മാറും. ആ ഈണമാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഷൈൻ ഈണം നൽകിയ ഏറ്റവും ഷൈൻ ആദ്യമായി പാടിയ ഷൈൻ ഗായകനാണല്ലോ, ഈണം പകർന്ന് പാടിയ ഏറ്റവും ഷൈൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തൊരു പാട്ടുകളാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എൻ്റെ കൈകൊണ്ട് ഞാൻ പ്രോഗ്രാമിങ് ചെയ്ത് ട്യൂൺ ചെയ്തൊരു പാട്ട്, ചെക്കിക്കടവാറ് കടന്ന് വന്ന നല്ല പെണ്ണേ, ചെക്കാട്ട് കാവിൽ വെച്ച് വളയണിഞ്ഞ പെണ്ണേ. ഇതാണ് എൻ്റെ ഫസ്റ്റ് സോങ്. പുറത്തിറങ്ങിയിരുന്നു ആൽബമായിട്ട് ഇറങ്ങി. ആരാ അത് പുറത്തിറക്കിയത്? ഇത് ഞാൻ തന്നെ ചെയ്തത്. ഇത് നിങ്ങളെ ആ കമ്പനിയുടെ പേരെന്താണ്? എന്റെ ഷൈൻ ടൂൺസ്. ഷൈൻ ടൂൺസ് എത്ര ആൽബങ്ങൾ ഇറക്കിയിട്ടുണ്ട്? അല്ല, ഷൈൻ ടൂൺസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രൊഡക്ഷൻ മാത്രമാണ്, മ്യൂസിക് പ്രൊഡക്ഷൻ. ഞങ്ങളൊരു മീഡിയേറ്റർ മാത്രമാണ്. ഇപ്പൊ സാറിന്റെ അടുത്ത് വരിയുണ്ട്, അല്ലെങ്കിൽ സാറിന്റെ ആർക്കെങ്കിലും സാറിന് തന്നെ പാടണം എന്നുള്ള ആഗ്രഹം വരുമ്പോൾ അത് ഞങ്ങളൊരു കണ്ടന്റ് ആക്കിയിട്ട് തരുന്നു. അപ്പൊ ഞാനിപ്പോ ഒരു ഗാനം രചിച്ച് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരും, അത് നിങ്ങൾ എന്ത് ചെയ്തു തരും? അതിന് ഈണം ഇട്ടിട്ട് ഇതാക്കി തരും. പാടാൻ ആരെ കൊണ്ടുവരും? ഇപ്പൊ ഞാനിപ്പോ ഇതിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാ വെച്ചാൽ, നന്നായിട്ട് പാടാൻ കഴിവുള്ള ആളുകൾ, പ്രൊഡക്ഷൻ ചെയ്യാൻ കഴിവുള്ള ആള്, ഇത്തരത്തിലുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഒരു സെറ്റ് ഓഫ് ആളുകൾ എന്റെ സ്റ്റാഫുകളാണ്. എത്ര ജില്ലകളിൽ? എല്ലാ ജില്ലകളിലും. എത്ര പേരുണ്ട്? 30 പേരുണ്ട്. 30 പേര് കേരളത്തിലെ 14 ജില്ലകളിലായിട്ട് എന്റെ നിങ്ങളുടെ അണ്ടറിൽ പടർന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ അത് എത്ര പേര് അതിന്റെ ഗാനരചനയും പാട്ടുകാരൊക്കെ ആയിട്ട് ലിങ്ക്? അതില് ഇപ്പൊ ഇതിന്റെ ട്യൂൺ മൊത്തം എന്റെയാണ്. ഷൈൻ ടൂൺസ് എന്ന ബ്രാൻഡിങ് ആക്ച്വലി ട്യൂൺ ചെയ്യുന്നത് ഞാനാണ്. ഇപ്പൊ എനിക്ക് ഒരേ സമയം തന്നെ ഇപ്പൊ ഒരു 10 പാട്ട് 15 പാട്ട് ഒക്കെ വന്നാലും ഞാൻ ചെയ്യും. ടൈം എടുത്തെങ്കിൽ പെട്ടെന്ന് ട്യൂൺ വരും. കാരണം ഞാൻ ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നതുകൊണ്ട് ഇപ്പൊ ഒരേ സമയം തന്നെ ഇപ്പൊ നമുക്കൊരു മെലഡി വേണം. അപ്പൊ നീ ഇല്ലാതാകുമ്പോൾ ശൂന്യമാകുന്നു ഞാൻ, ഒരു മെലഡി ആക്കി. തൊട്ടപ്പുറം നമുക്കൊരു ഭക്തിഗാനം വേണം, ശബരിഗിരിയുടെ നേറുകയിൽ വാഴും, അത് ചെയ്തു. തൊട്ടപ്പുറം നമുക്കൊരു ലൈറ്റ് ആയിട്ടുള്ള വേണം, തങ്കനൂലിൽ നെയ്തെടുത്ത പൊൻതാലിയേന്തി ഞാൻ, മെലഡി ചെയ്തു. ഇതൊക്കെ ഒരു സമയത്ത് തന്നെ ഞാൻ ചെയ്യും. ഇതൊരു ഫോക്ക് വേണം എന്ന് പറയുമ്പോൾ പട്ടുകൊടുത്തെത്തുന്ന പാവാടക്കാര്, അതും ചെയ്യും. ഇങ്ങനെ പെട്ടെന്ന് ഈണങ്ങൾ ചെയ്യും. എത്ര ഈണങ്ങൾ ചെയ്യും? ഞാനിപ്പോ 1000-ലധികം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. 1000-ലധികം പാട്ടുകൾ ചെയ്തു കഴിഞ്ഞു. 1000-ലധികം ഈണങ്ങൾ വന്നിട്ടുണ്ട്, നൽകി കഴിഞ്ഞു. നിങ്ങളുടെ ഈ 30 പേരിലൂടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ശൃംഖല ഉണ്ടാവുക. അതിനകത്ത് ഗാന രചയിതാക്കളുണ്ട്, ഗായകരുണ്ട്, അല്ലെ? പിന്നെ ഈ പറയുന്ന ആൽബങ്ങൾ ഇറക്കുന്നവരുണ്ട്. നിങ്ങൾ അത് എത്ര പേരുണ്ടാവും ആ ശൃംഖല? അതാണ് പ്രശ്നം. ഞാൻ ഈ 30 പേരെന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റാഫാണ്. അപ്പൊ നമ്മളിപ്പോ കണ്ണൂർ വിഷൻ വന്ന് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ ഈ കണ്ടന്റ് എടുക്കാനായിട്ട് വേണ്ട ഒരു അതോറിറ്റി, ക്യാമറ ചെയ്യുന്നു, ഇവർ 2 പേര് ക്യാമറ ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു. ഇതാണ് എന്റെ 30 പേരെന്ന് പറയുന്നത്. സാറിന് മനസ്സിലായി? എന്റെ ക്ലയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി 10,000-നുള്ളിൽ ആൾക്കാരുണ്ട്. 10,000 പേര്. അതാണ് എന്റെ ചോദ്യം. ക്ലയൻസ് ഇവരിലൂടെയൊക്കെയാണല്ലോ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അല്ല, ഡയറക്റ്റ് കണക്ഷൻ നിങ്ങൾ തന്നെയാണ് എന്റെ അടുത്ത വരിക. ഞാൻ ഇവർക്ക് അതിന്റെ വർക്കുകൾ കൊടുക്കുന്ന ആള് മാത്രമാണ്. നിങ്ങളുടെ എവിടെയോ ഞാൻ കണ്ടു 4,999 രൂപയ്ക്ക് അതെ ഒരു ബ്രാൻഡ് നെയിമിൽ പുതിയ പാട്ടുകൾ ചെയ്യുന്നു. എന്താണ് അതിന്റെ ഒരു കെമിസ്ട്രി? അതായത് നമുക്ക് ഇപ്പൊ ഒരു പാട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ഓർക്കസ്ട്രേഷൻ, ഇപ്പൊ ഒരു വരി നമുക്ക് പാട്ടായിട്ട് വരണമെങ്കിൽ സ്റ്റുഡിയോ റെക്കോർഡിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മിക്സിങ്, മാസ്റ്ററിങ്, ഇതൊക്കെ നമുക്ക് എക്സ്പെൻസ് അല്ലേ. ഇപ്പൊ നമ്മൾ 2 പേര് സംസാരിക്കുന്ന കാര്യം കൃത്യമായിട്ട് കാണണമെങ്കിൽ അതിനൊരു ഒരു മീഡിയേറ്റർ വേണം, അതായത് ക്യാമറ വേണം, അതൊക്കെ എക്സ്പെൻസ് എന്ന് പറയുന്ന എഡിറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ സോങ്ങിലും അങ്ങനെ തന്നെ. ഇപ്പൊ ഞാനൊരു പാട്ട് എഴുതുന്നു,
ഒരു എത്ര ഒരു വരി എഴുതിയിട്ട് ഈ സാധനം നിങ്ങളുടെ കൊണ്ടുവന്നു, നിങ്ങൾ അത് എങ്ങനെ എനിക്ക് തിരിച്ചു തരും? തിരിച്ച് പാട്ടായിട്ട് തരും. ഈ 5000 രൂപയ്ക്ക് പാട്ടായിട്ട് 5000 രൂപയ്ക്ക് എത്ര പാട്ട് ചെയ്ത് കൊടുക്കുന്നു? ഒരു പാട്ട്, ഒറ്റ പാട്ട്. പുറത്ത് അതിന് 15,000 20,000 ഒക്കെ രൂപ ആ ചെലവ്. പാട്ട് എവിടെ നമ്മൾ എയർ ചെയ്യും? അത് അതാത് ആളുകളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഷൈൻ വെങ്കടങ്ങ് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത പാട്ടുകളൊക്കെ കാണാം. ഒരു ചോദ്യം, ആ. ഞാനിപ്പോ ഒരു പാട്ട് എഴുതി, ഞാൻ ഇരിക്കുന്നത് സംഗീതത്തെ കുറിച്ച് ഒരു ബോധമില്ലാത്ത ഒരുത്തനെ ഇരിക്കുന്നത്, അത് നിങ്ങൾ അങ്ങനെ തന്നെ കാണുക. ഞാനിപ്പോ എന്റെ കയ്യിൽ ഒരു സാധനം കിട്ടി, ഞാൻ അറിയുന്ന എന്റെ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഒരു കുട്ടി, ഒരു അറിയൻ അല്ലെങ്കിൽ മരുമകൻ ഒരു ഗാനം രചിച്ചിട്ടു, ഇത് ഞാൻ എഴുതിയ പാട്ടാന്ന് പറഞ്ഞ എന്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ഈ 4,999 രൂപയ്ക്ക് ഫ്രെയിം ചെയ്ത് ഗാനമാക്കി തരുന്നു. ഇത് നമ്മൾ എവിടെ എയർ ചെയ്യും? അതിന്റെ പ്ലാറ്റ്ഫോം ഏതാണ്? അതായത് നമ്മൾ ഈ പാട്ടുകളെ കാണുന്നത്, ഓരോ ആളുകൾക്കും പാട്ടുകൾ, കലാസൃഷ്ടികൾ ഓരോ പർപ്പസ് ആണ്. അപ്പൊ എല്ലാ ഹിറ്റായ കലാസൃഷ്ടികളും നല്ലതായിരിക്കണം എന്നില്ല, ഹിറ്റ് ആവാത്തത് മോശമല്ല. അപ്പൊ ഹിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. ചിലപ്പോ അവരുടെ പേഴ്സണൽ പർപ്പസ് ആയിരിക്കും. ഇപ്പൊ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, ഇപ്പൊ ചില പാട്ടുകളൊക്കെ എൻ്റെ അടുത്ത്, അച്ഛൻ മകൾക്ക് 18 വയസ്സ് പൂർത്തിയായ ഒരു മകൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഒരു പാട്ടുണ്ടാക്കി, അത് അവരുടെ സ്വകാര്യതയാണ്. ആ മകളുടെ എല്ലാ കാര്യങ്ങളും അച്ഛൻ എഴുതി വെച്ചിട്ട് ഈ എഴുതുന്ന അച്ഛന് തന്നെ വേണമെങ്കിൽ പാടാനുള്ള സംവിധാനം നിങ്ങൾ ചെയ്തു കൊടുക്കും, എല്ലാം ചെയ്തു, അതിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും. പിന്നെ മുമ്പ് നമ്മൾ പാട്ട് പറഞ്ഞ സിനിമ പാട്ട്, അതെ. പിന്നെ രണ്ടാമത് കാസറ്റുകൾ, CD-കൾ, ഇതാണ്. ഇന്ന് സോഷ്യൽ മീഡിയ അല്ലെ, ഇന്ന് ഇതെല്ലാം പോയി, CD ആരും വാങ്ങുന്നില്ല, ഒന്നുമില്ല, എല്ലാം എയറിലാണ്. ഈ എയറിലേക്കുള്ള ഇതിന്റെ ഒരു എൻട്രി, അതിനുള്ള സംവിധാനം എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അതായത് നമുക്ക് ഇപ്പോ ഉള്ള എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് കൾച്ചർ നമുക്കില്ല, കേരളത്തിലില്ല. അതായത് ഒരു കലാ സ്വതന്ത്രനാണോ? ഞാൻ സ്വതന്ത്രം. എങ്ങനെ സ്വതന്ത്രം? എന്റെ മ്യൂസിക്കുകൾക്ക് ആരും ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് അതിർവരമ്പകൾ ഇടില്ല. ഇല്ല, നിങ്ങൾക്ക് സ്വതന്ത്രമായൊരു ലോകമുണ്ട്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അച്ഛൻ എഴുതിയ വരികളാണല്ലോ മണി പാടിയത്. ഇപ്പം മണിരത്നമൊക്കെ ഇപ്പോഴും റൈറ്റ്, യേശുദാസ് എവിടെയും പാടി ഉടൻ പൈസ കൊടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും ഇതിനൊരു ക്ലെയിമിനുള്ള സാധ്യതയുണ്ടോ? ഒരു ചോദ്യമാണ്. കാരണം അച്ഛൻ എഴുതിയ വരികളാണ് ഇന്നും സൂപ്പർ ഹിറ്റായി ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഗാനമേളകളിൽ എവിടെ പ്രോഗ്രാം നടക്കുന്ന ഈ പാട്ടെല്ലാം കടന്നു വരുന്നുണ്ട്. അതിന്റെ രചയിതാവിന് അതിനൊരു ക്ലെയിം ഉണ്ട്. എപ്പോഴെങ്കിലും അത് ആലോചിച്ചിട്ടുണ്ടോ? അതിനൊരു സാധ്യതയുണ്ടോ? അതിന് എഴുത്തുകാർക്ക് ഇപ്പൊ നമ്മൾ IPRS എന്ന് പറയുന്ന ഒരു ഭൗതിക അവകാശം അവർക്കുള്ളതാണ്. IPRS ഇപ്പൊ കിട്ടുന്നുണ്ട്. പല എഴുത്തുകാർക്ക് ഇപ്പൊ മാസം 2,000, 3,000, 5,000, 10,000 അങ്ങനെയൊക്കെ കിട്ടുന്ന ആളുകളുണ്ട്, IPRS കിട്ടുന്ന ആളുകളുണ്ട്. പക്ഷെ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി വേറെ തന്നെ ഒരു നിയമമാണ്. ശരിക്കും ഈ കണ്ടന്റിന്റെ IPRS-ഉം കോപ്പിറൈറ്റും രണ്ട് ലോ ആണ്. IPRS ആണ് അച്ഛന് അവകാശപ്പെട്ടത്. അതെ, ഭൗതിക അവകാശം. അതായത് ക്ലെയിം ഉണ്ടോ അങ്ങനെ? അത് IPRS ഓൾറെഡി ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്, പൈസ വരുന്നുണ്ട്. അല്ല, ഇപ്പൊ അച്ഛന്റെ കാലം കഴിഞ്ഞല്ലോ, അച്ഛൻ അങ്ങനെ അവകാശികളുണ്ട്. പക്ഷെ ഞാനത് അങ്ങനെ അത് അച്ഛൻ ജീവിക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് അത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എനിക്ക് അതൊന്നും അത്ര അവയർനെസ് ഉണ്ടായില്ല അതിനെപ്പറ്റി. ഇപ്പോഴാണ് ഞാൻ അതൊക്കെ സ്റ്റഡി ചെയ്യുന്നത്. ചെയ്യാൻ പറ്റും. ഞാൻ അതിനെ വേറെ രീതിയിലാണ് കാണുന്നത്. ഈ അച്ഛന്റെ പാട്ടുകൾ, വരികളൊക്കെ അന്ന് കലാഭവൻ മണി പാടി വെച്ചൊരു സംഭവം ഉണ്ട്. പക്ഷെ അതിനപ്പുറം ഇപ്പോഴത്തെ ഒരു സൗണ്ടിങ്ങിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്. വേറെ സഹോദരിയൊക്കെ ഇപ്പൊ രംഗത്തുണ്ടോ? അവള് ജോലി ചെയ്യുന്നുണ്ട്, അതോടൊപ്പം സംഗീത രംഗത്തും. സംഗീത രംഗത്തുണ്ട്. നിങ്ങള് കുടുംബമൊക്കെ കല്യാണം കഴിച്ചോ? എനിക്ക് ഞാൻ മട്ടന്നൂരിന്ന്. കണ്ണൂർ ജില്ലക്കാരിയാണ്. എന്താ പേര്? അമ്പിളി. എങ്ങനെ കണ്ടെത്തി? പ്രണയായിരുന്നോ? പ്രണയം എന്ന് പറയാം. എങ്ങനെയാണ് അവരെ കണ്ടെത്തിയത്? ഞാൻ ഓട്ടോമൊബൈൽ വർക്കിന് പോകുന്ന സമയത്ത് കണ്ടുമുട്ടിയതാ. മട്ടന്നൂരിൽ തന്നെ. മട്ടന്നൂരിൽ തന്നെ. എങ്ങനെ അത് ഈ ഫീൽഡ് വർക്കിന്? എന്നിട്ട് അങ്ങനെ കണ്ടുമുട്ടി, അങ്ങനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫ്രണ്ട്സ്. ജോലി? അവളൊരു ഷോപ്പിൽ വർക്ക് ചെയ്യായിരുന്നു. ജീവിത പങ്കാളിയാക്കി. മക്കൾ എത്ര പേര്? ഒരാൾ, ഒരു മോള്. ഒരു മോള്. അവരെന്ത് ചെയ്യുന്നു? മോള് +1. പേരെന്താണ്? പ്രാർത്ഥന. എവിടെയാ പഠിക്കുന്നത്? ചുവ സ്കൂളിൽ. മകള് പാടുവോ? അത്യാവശ്യം. എന്തെല്ലാം ചെയ്യലും മകളുടെ ആക്ടിവിറ്റീസ്? മകള് പാടും, ഡാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി നമുക്ക് സമയം തീരുകയാണ്. ഇനിയുള്ള എയിം എന്താണ്? ഇപ്പം വന്നു നിങ്ങൾ ഈ പറയുന്ന ഗാനത്തിന്റെ ലോകം നമ്മൾ മനസ്സിലാക്കി. ഇനിയിപ്പോ പുതിയ പദ്ധതികൾ മനസ്സിലുണ്ടാവും. എന്തൊക്കെയാണ്? ഒന്ന്, അച്ഛന്റെ പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? പുതിയ കാലത്തിനനുസരിച്ച് ഇപ്പൊ പുതിയ കുറെ സിനിമകളൊക്കെ റീക്രിയേറ്റ് വന്നതുപോലെ അറുമുഖന്റെ ഗാനങ്ങൾ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് മണിപാടി ഇനി നിങ്ങൾ പുതിയ തലത്തിലേക്ക് അത് കൊണ്ടുവരും. അങ്ങനെ ആ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പാട്ടുകൾ എങ്ങനെ സമൂഹത്തിൽ എത്തിക്കാണ് ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ മീഡിയ തന്നെ. സോഷ്യൽ മീഡിയ വഴി. ഏത് പാട്ടായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പുറത്തിറക്കുക? നട്ടുച്ച നേരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാടിയായിട്ടൊന്ന് കേൾക്കട്ടെ. മണ്ടമാറിയിൽ നിന്നുള്ള മിണ്ടിപ്പറച്ചില് വേണ്ടാന്ന്,
വെട്ടിത്തൂറന്നുള്ള കാര്യം നേരെ നിന്ന് പറഞ്ഞൂടെ. ഓടാനും ചാടാനും നിക്കണ്ട നാടറിഞ്ഞൊരു കല്യാണം, തൂങ്ങാനും ചാവാനും നിക്കണ്ട നൂലിലിട്ടൊരു താലിമതി. നട്ടുച്ച നേരത്ത് നട്ടം തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോ, പോണോരും വരുന്നോരും നോക്കണ് പാരയ്ക്കും പോരിനിത് പോരെ. കുണ്ടന്നേടൊഴില് നിക്കണതെന്തിന വീടും കൂടിയില്ലേ, തള്ളക്കോഴിയും കുട്ടികളും കൂടി കുറുങ്ങണ പോലൊരു വർത്താനം. അപ്പോ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ സമയം തീരുകയാണ്. അപ്പൊ വൈൻഡപ്പ് ചെയ്യണം. അപ്പോ അറുമുഖന്റെ 500-ലേറെ ഗാനങ്ങൾ അല്ലെ, അതില് 300 മണി പാടി അല്ലെ. ഉണ്ടാവും. ആ മണി, കലാഭവൻ മണി, നമ്മുടെ പ്രിയപ്പെട്ട താരം കലാഭവൻ മണി പാടിയ നാടൻ പാട്ടുകൾ പുതിയ കാലത്ത് പുതിയ സാങ്കേതിക വിദ്യയുടെ മികവുകളോടെ നമ്മളെ തേടി ഇനിയും വരും അല്ലെ. അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് പറഞ്ഞു. അതോടൊപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 4999 എന്ന് പറയുന്ന പാക്കേജിൽ പാട്ടുകൾ ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് കൾച്ചർ ഇവിടെ ഉണ്ടാക്കുക, എല്ലാവരുടെയും പാട്ടുകൾ പുറത്തിറങ്ങുക. അപ്പോൾ അവർക്കൊക്കെ സാധാരണക്കാർക്ക് പുറത്തു പോയിട്ട് ഒരു പാട്ട് സ്റ്റുഡിയോയിൽ പോയി ചെയ്യണമെങ്കിൽ മിനിമം ഒരു 10,000 കാണണം. അവിടെയാണ് ഞാൻ ഈ 5,000-ന്റെ ഉള്ളിൽ ഇതൊക്കെ ചെയ്തു കൊടുക്കും. ഞാനും ഒരു പാട്ട് എഴുതും, ചെയ്യണം, ഞാൻ തന്നെ പാടും. അതോടൊപ്പം ഞങ്ങളൊരു സ്ട്രീറ്റ് പേടിക്കണ്ട കേട്ടോ, അത്ര വലിയ അബദ്ധമൊന്നും ഞാൻ ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ ഷൈനിനെ പരിചയപ്പെട്ടതുകൊണ്ട് എന്തായാലും അതിനൊരു സാധ്യത തള്ളിക്കളയുന്നില്ല. കാരണം എന്റെ പ്രഥമ പുസ്തകം നിങ്ങൾ അറിയാം, ഞാൻ ഇടക്കിടക്കത് പറയുന്നില്ല. ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം ഇറങ്ങി. 2ാമത്തെ പുസ്തകം പഠിപ്പുരയിലാണ്. ഇനി വേണമെങ്കിൽ ഒരു 4 വരി എഴുതാനുള്ള ശ്രമം കൂടി ഞാൻ ഒരു കാര്യം ചെയ്യണ്ടേ, ഒരു 2 പാട്ട് പാടാൻ പറ്റും? ഞാനോ? വിട്ടുപോകും. വെറുതെ രസല്ലേ, വെറുതെ സീരിയസ്ലി ശരി, പാടാൻ അറിയോ? പാടാൻ ഞാൻ ശരി, ഒരു കാര്യം ഞാനൊരു ഗായകനാക്കി തരാം. ആ എന്ന് പറയുന്ന അക്ഷരം പറയൂ. അല്ല ഞാൻ പറയുന്ന പറയും. ആ, ഈ, ഊ, ഈ അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏ പഠിച്ചിട്ടില്ലേ? ആ പറഞ്ഞ ഏ ഓ, അത്രേ ഉള്ളൂ. ആ ഏ ഓ. പാട്ടുകാരനായി. നമ്മള് പാട്ടുകാരനെ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? യേശുദാസിനെ ജാസിഫ്റ്റ് ആക്കരുത്, ജാസിഫിനെ യേശുദാസ് ആക്കരുത്. യേശുദാസ് ആ വഴിക്ക് പൊക്കോട്ടെ, ജാസിഫിറ്റ് ഈ വഴിക്ക് പൊക്കോട്ടെ. കമ്പാരിസൺ വേണ്ട. ലോകത്തിൽ സാറിന് ഒരാള് മാത്രമേ ഉള്ളൂ, അത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ സാറാവില്ല, സാറ് ഞാനാവില്ല. സാറിനെ കൊണ്ട് ഞാൻ പാടിച്ചിരിക്കും. ഷൈൻ ട്യൂൺസിലൂടെ സാറ് ഒരു പാട്ട് പാടി, ഇതെന്റെ വാക്കാണ്. അപ്പൊ ഒരു ഗായകനായിട്ട് ഞാൻ മുന്നിലേക്ക് വരും. പക്ഷേ നല്ല സന്തോഷമാണ് മനസ്സിൽ. കാരണം എന്താണെന്നറിയോ, ഈ കലാഭവൻ മണിയുടെ ഗാനങ്ങളെ കുറിച്ച് ഇങ്ങനെ കേൾക്കാറുണ്ട്. അറുമുഖൻ എഴുതിയതാണെന്നും അത് സംബന്ധിച്ച് ചില കണ്ടന്റുകളൊക്കെ വായിച്ചു പോയിട്ടുണ്ട്. പക്ഷേ വലിയ കലാകാരന്റെ എന്ന് പറഞ്ഞാൽ കലാഭവൻ മണിയേക്കാൾ വലിയ കലാകാരനാണ് അറുമുഖൻ. കാരണം എന്താ, അറുമുഖൻ 500 ഗാനങ്ങളാണ് രചിച്ചിരിക്കുന്നത്. കലാഭവൻ മണി ഓട്ടോ ഡ്രൈവറിൽ നിന്ന് സിനിമാ രംഗത്തേക്ക് വന്നു, അസാധ്യ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചു. അതോടൊപ്പം തന്നെ സാധാരണ മനുഷ്യരെ മുഴുവൻ ചേർത്ത് പിടിച്ചു. കലാഭവനെ ഇത്ര ഹിറ്റാക്കിയതിൽ, മണിയെ ഹിറ്റാക്കിയതിൽ വലിയൊരു പങ്ക് അറുമുഖനുമുണ്ട്. അപ്പൊ അറുമുഖന്റെ മകനോടൊപ്പം ആണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ അതിനകത്ത് ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്, ഈ നാട്ടിലെ ഏതൊരു മനുഷ്യനും പാട്ടുകാരനാകാം. എല്ലാ മനുഷ്യരുടെ മുന്നിലും ഒരു പാട്ടുകാരൻ ഉറങ്ങിക്കിടക്കുന്നത്. ഞാൻ എപ്പോഴും പാടാറുണ്ട്. ഞാൻ പണ്ട് പാടലിൽ ഏറ്റവും കൂടുതൽ പാടുക പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. ഇത് ഞാൻ പാടിയിട്ട് തന്നെ പ്രച്ഛന്നവേഷ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതെൻ്റെ മനസ്സിലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി മാപ്പിളപ്പാട്ടുകൾ ഉൾപ്പെടെ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ നാവിൻ തുമ്പിലൂടെ ഇതെല്ലാം ഞാൻ ആരും കാണാതെ ഞാൻ പാടലുണ്ട്. എൻ്റെ ഭാര്യയും ഇതെല്ലാം പാടും, ഞങ്ങളെല്ലാം പാടും. പക്ഷെ ഇതൊരു നമുക്ക് വേണമെങ്കിൽ ഇതിനുള്ള സാധ്യതകൾ വലുതാണെന്നാണ് ഷൈൻ പറയുന്നത്. ഞാനും പാടണം, പ്രേക്ഷകരും ഓരോരുത്തരും പാടാൻ തയ്യാറെടുക്കണം. നിങ്ങളുടെ മനസ്സിൽ വരുന്ന വരികളെല്ലാം നിങ്ങൾ കുറിച്ചു വെക്കണം. എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ AKG ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് റാന്തൽ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ മുന്നിൽ ഷൈൻ്റെ സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോയിലേക്ക് കടലാസുമായിട്ട് നിങ്ങൾക്കും വരാം, നിങ്ങൾക്കും ഒരു പാട്ടുകാരനാകാം. അതാണ് സക്സസ് സ്റ്റോറി ഈ എപ്പിസോഡിലൂടെ നൽകുന്ന സന്ദേശം. പ്രേക്ഷകർക്കും ഒപ്പം ഷൈനും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.